ഹലോ സ്റ്റുഡൻസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു റസിയ 7 മാത്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ടേം 1 ആവശ്യമായിട്ടുള്ള സം ഓഫ് ദ എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് ഫ്രം ഈച്ച് ഓഫ് ദ ചാപ്റ്റേഴ്സ്. ഓക്കെ, അപ്പോ നിങ്ങളുടെ എക്സാമിന് മുന്നേ ഉള്ള ഒരു ഫൈനൽ റിവിഷന് ഈ വീഡിയോ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആൻഡ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ടേക്കൺ ഫ്രം ദ ചാപ്റ്റർ റിയൽ നമ്പേഴ്സ്. ആൻഡ് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോ ഇതിന് ഓപ്ഷൻസ് എന്ന് പറയുന്നത് ചില ക്വസ്റ്റ്യനിൽ ഇല്ല. ബിക്കോസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ അല്ലാതെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ ചില ക്വസ്റ്റ്യൻസിന് ഓപ്ഷൻസ് ഇല്ല. അത് നിങ്ങളുടെ MCQന് വരുമ്പോൾ CBSE ഓപ്ഷൻസ് സെറ്റ് ചെയ്തായിരിക്കാം ചിലപ്പോൾ വരുന്നത്. ഓക്കെ, ആൻഡ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് can two numbers have 15 as their HCF and 175 as their LCM? Okay, അതായത് രണ്ട് നമ്പേഴ്സിന് HCF എന്ന് പറയുന്നത് 15ഉം LCM എന്ന് പറയുന്നത് 175 ആകുമോ എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇത് MCQ ആകുമ്പോഴത്തേക്കും പല ഓപ്ഷൻസ് വരുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ വേറെ രീതിയിൽ മാറി ചോദിക്കാം. ഓക്കെ, സോ HCF 15ഉം LCM 175ഉമായിട്ട് വരുന്ന രണ്ട് നമ്പേഴ്സ് പോസിബിൾ ആണോ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്കറിയാം രണ്ട് നമ്പേഴ്സിന്റെ LCM ആൻഡ് HCF തമ്മിലുള്ള നമ്മൾ ചാപ്റ്ററിൽ പഠിക്കുന്ന റിലേഷൻ ഇതാണ്. ദാറ്റ് ഈസ് LCM into HCF of two numbers will be equal to product of that two numbers. Okay, and എവിടെ അറിഞ്ഞിരിക്കുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാല് രണ്ട് നമ്പേഴ്സിന്റെ LCM എന്ന് പറയുന്നത് will be a multiple of its HCF. Okay, that is the fact here. Something like this. LCM is equal to HCF into N, and N is a natural number. N എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കണം. അതായത് കൗണ്ട് കൃത്യമായി കൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ ആയിരിക്കണം. ഇങ്ങനെ ഒരു വാല്യൂ N പോസിബിൾ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം അങ്ങനെ രണ്ട് നമ്പേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ചെക്ക് ചെയ്ത് നോക്കാം. N is equal to എനിക്ക് പറയാം LCM divided by HCF എന്ന് പറയാം, which is equal to LCM is 175 divided by HCF. Why? എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എടുക്കുന്നത്? രണ്ട് നമ്പേഴ്സിന്റെ LCM എന്ന് പറയുന്നത് HCFന്റെ ഏതെങ്കിലും ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. ഇത്രാമത്തെ മൾട്ടിപ്പിൾ എന്ന് എടുക്കുമ്പോൾ ആ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് ഷുഡ് നോട്ട് ബി എ ഡെസിമൽ നമ്പർ ഓർ സംതിങ്. കറക്റ്റ് ആയിട്ട് നമുക്ക് ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കണം കിട്ടേണ്ടത്. അപ്പൊ ഞാൻ നോക്കാം 175 and divided by 15 I will get a decimal number. ഡെസിമൽ ആണ് കിട്ടുന്നത്. സോ ഇങ്ങനെ എന്നിന് വാല്യൂ പോസിബിൾ അല്ല. സോ അതുകൊണ്ട് തന്നെ HCF 15ഉം LCM 175ഉമായിട്ട് വരുന്ന രണ്ട് നമ്പേഴ്സും പോസിബിൾ അല്ല. Moving to the second question, find the prime factorization of the denominator of rational number expressed as 6.12 bar in simplest form. അപ്പോ ഈ ഒരു നമ്പറിനെ കാണുമ്പോൾ നമുക്കറിയാം ഈ ഒരു നമ്പർ ഇസ് എ ഡെസിമൽ നമ്പർ ആണ്. ഏതോ ഒരു ഫ്രാക്ഷന്റെ ഡെസിമൽ എക്സ്പാൻഷൻ ആണ് തന്നിട്ടുള്ളത്. ആൻഡ് ഇവിടെ 1 2 ആൻഡ് മുകളിൽ ഒരു ബാർ കൊടുത്തിട്ടുണ്ട്. അതിന്റെ മീനിങ് എന്താണ്? ഈ 1 2 എന്ന് പറയുന്ന നമ്പർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ഉള്ള ഒരു നമ്പറാണിത്. സോ ഇതിന്റെ ഫ്രാക്ഷണൽ ഫോമിന്റെ ഡിനോമിനേറ്ററിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് ഇതിനെ എന്താക്കണം? ആദ്യം ഇതിന്റെ ഫ്രാക്ഷണൽ ഫോമിലേക്ക് മാറ്റിയെടുക്കണം. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റൻ ആകുമ്പോൾ ഇപ്പോ ടെർമിനേറ്റ് ചെയ്യപ്പെടുന്ന ആളാണെങ്കിൽ ഓക്കെ, നമുക്ക് ഡിവൈഡഡ് ബൈ അത്ര ടെർമിനേറ്റ് ചെയ്യുന്ന ഇത്ര പ്ലേസിന്റെ 10ന്റെ പവർ എന്നുള്ള രീതിയിൽ എടുക്കാം. നോൺ ടെർമിനേറ്റിംഗ് ആണ്, റിപ്പീറ്റിംഗ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും? ടേക്ക് ദ നമ്പർ ആസ് എക്സ്. ഇതിനെ എന്തെന്ന് എടുക്കാം? എക്സ് എന്ന് എടുക്കാം. ഇതേ നമ്പറിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് 100 into x ചെയ്യുക. അപ്പൊ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാ കിട്ടാം? 612.12 എന്ന് പറയുന്ന ഡെസിമൽ എക്സ്പാൻഷൻ എന്ത് ചെയ്യുന്നു? റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ 1 2 എന്ന് പറയുന്ന രീതിയിലേക്ക് ഞാൻ ഇതിനെ മാറ്റി എഴുതുന്നു. ശ്രദ്ധിക്കാം, എക്സ് എന്ന് പറയുന്ന ആളെ 6.12 ബാർ ക്വസ്റ്റനിൽ തന്നിട്ടുള്ളതാണ്. ആൻഡ് അയാളെ ഞാൻ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ രണ്ട് ഡെസിമൽ പ്ലേസ് ഇങ്ങോട്ടേക്ക് മാറും. ആൻഡ് 1 2 എന്ന് പറയുന്ന നമ്പർ എന്ത് ചെയ്യാണ്? റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പോയി. നെക്സ്റ്റ് ഐ എം ഡൂയിങ് ഇസ് take this as the first equation and take us the second equation. I am going to subtract the first equation from the second equation so that I will get 2 minus 1. 100x minus x, which is equal to what? 99x. Okay, is equal to 612 minus 612.12 bar minus 6.12. അപ്പൊ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് 0.12 ആൻഡ് റിപ്പീറ്റിംഗ് ഇത് രണ്ടുപേർക്കും ഉണ്ട്. അത് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ അവരൊന്ന് പോവുകയാണ് ചെയ്യുക. ബാക്കി 612ൽ നിന്നും 6 പോയാൽ ബാക്കിയുള്ളതാണ് അവിടെ ലെഫ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ 612ൽ നിന്നും 6 പോയാൽ 606 ആണ് വരിക. ഓക്കെ, ആൻഡ് എക്സ് എന്ന് പറയുന്ന ആളിന് എക്സിന്റെ അതേ ഫോം തന്നെയാണ് വരിക. എനിക്ക് 606 ഡിവൈഡഡ് ബൈ 99 എന്ന് പറയാൻ പറ്റും. ഓക്കെ, ആൻഡ് ഇതിനെ അതിന്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫ്രാക്ഷനിലേക്ക് ഞാൻ മാറ്റുമ്പോ
202 divided by 33 എന്നുള്ള ഫോമിലേക്കാണ് ഇത് മാറുക. ഇനി ഇതിന് എനിക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം, ദാറ്റ് ഇസ് കോമൺ ഫാക്ടർ ഒന്നുമില്ല. സോ ദിസ് ഇസ് ദ സിംപ്ലസ്റ്റ് ഫ്രാക്ഷൻ ഓഫ് എക്സ്. ശ്രദ്ധിക്കുക, എക്സ് ഇസ് ഈക്വൽ ടു 6.12 എന്ന് പറയുന്ന ആള് തന്നെയാണ് ഇത്. ഓക്കെ, ദാറ്റ് ഇസ് ഈ ഒരു നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ഉള്ള ആളിന്റെ സിംപ്ലസ്റ്റ് ഫ്രാക്ഷണൽ ഫോം ആണിത്. ഇതിന്റെ ഡിനോമിനേറ്ററിന്റെ ഡെസിമൽ എക്സ്പാൻഷൻ ആണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. ദാറ്റ് ഇസ് അതിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചോദിച്ചിട്ടുള്ളത്. ദാറ്റ് ഇസ് 33 എന്ന് പറയുന്ന ആളുടെ പ്രൈം ഫാക്ടറൈസേഷൻ ആണ്. നമുക്കറിയാം 33 എന്ന് പറയുന്ന ആള് that is 3 into 11. 3 and 11 are prime numbers. So അതിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞാൽ 3 into 11 ആണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് ഓപ്ഷനിൽ 3 into 11 എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ വേണം ഉത്തരം എഴുതാൻ. So the next question is find the largest number which divides 70 and 125 leaving a remainder 5 and 8 respectively. That is ഈ ഒരു 70 എന്ന് പറയുന്ന നമ്പറിനെ ഞാൻ ഏതോ ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് റിമൈൻഡർ എത്ര കിട്ടണം? 5 കിട്ടണം. അതേപോലെ ഇതേ നമ്പർ കൊണ്ട് തന്നെ ഞാൻ 125നെ ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് റിമൈൻഡർ എത്ര കിട്ടണം എന്നാ പറയുന്നത്? 8 കിട്ടണം എന്ന് പറയുന്നത്. ആൻഡ് അങ്ങനെ എനിക്ക് ഈ രണ്ട് നമ്പേഴ്സിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ലാർജസ്റ്റ് നമ്പറിനെയാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ സോ ദ മീനിങ് ഓഫ് ദ ക്വസ്റ്റൻ ഇസ് ദിസ്: 70 എന്ന് പറയുന്ന നമ്പറിനെയും 125 എന്ന് പറയുന്ന നമ്പറിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ലാർജസ്റ്റ് നമ്പർ, സോ ദാറ്റ് അവർ റിമൈൻഡർ 5ഉം 8ഉം ആകും. ഓക്കെ, സോ അത് നമ്മൾ എങ്ങനെ ചെയ്യാം? അപ്പോ നമുക്ക് ലാർജസ്റ്റ് നമ്പർ വിച്ച് ഡിവൈഡ്സ് ടു നമ്പേഴ്സ് അറിയാം. ആൻഡ് അതിന്റെ അകത്ത് നമ്മൾ പറയുന്നത് HCF എന്ന് പറയുന്ന ആളിനെയാണ്. രണ്ട് നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ, ലാർജസ്റ്റ് നമ്പർ, അതിനെ നമ്മൾ HCF ഓഫ് ദാറ്റ് ടു നമ്പേഴ്സ് എന്നാണ് വിളിക്കുക. ആൻഡ് HCFന്റെ പ്രത്യേകത, HCF കൊണ്ട് ആ രണ്ട് നമ്പേഴ്സും എക്സാക്ട്ലി ഡിവിസിബിൾ ആണ്. ഓക്കെ, HCF കൊണ്ട് ആ രണ്ട് നമ്പേഴ്സും എക്സാക്ട്ലി ഡിവൈസിബിൾ ആണ്. ദാറ്റ് ഇസ് റിമൈൻഡർ വിൽ ബി ഈക്വൽ ടു 0. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതേ ക്വസ്റ്റ്യൻ ഇവിടെ എനിക്ക് റിമൈൻഡർ ഇരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ റിമൈൻഡറിനെ ഞാൻ ഇതിൽ നിന്നും ഒഴിവാക്കിയാൽ മാത്രം മതി, അല്ലെ? ദാറ്റ് ഈസ് 70യിൽ നിന്നും 5 ഞാൻ കുറയ്ക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന 65 എന്ന് പറയുന്ന നമ്പർ. ഓക്കെ, അതേപോലെ 125 എന്ന് പറയുന്ന നമ്പറിൽ നിന്നും ഞാൻ 8 കുറയ്ക്കുമ്പോൾ 125 നിന്നും 5 പോയി 120, പിന്നെ ഒരു 3 കൂടെ പോകുമ്പോഴത്തേക്കും എനിക്ക് കിട്ടുന്ന 117. ഈ രണ്ട് നമ്പേഴ്സിന്റെ HCF ആയിരിക്കും ഇതേ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് 65 and 117. ഈ രണ്ട് നമ്പേഴ്സിന്റെ HCF കണ്ടുപിടിക്കാം. ആൻഡ് ദ HCF ഓഫ് ദീസ് ടു നമ്പേഴ്സ് ഈസ് 13. സോ 70 and 125 എന്ന് പറയുന്ന നമ്പറിനെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് 5ഉം 8ഉം എന്ന് പറയുന്ന രണ്ട് റിമൈൻഡർ കിട്ടാൻ. 13 is the largest number which divides these two numbers, leaving these reminders. So moving to the next question, fourth question. Question ഇങ്ങനെ പറയുന്നത്: if alpha and beta are the zeros of the polynomial ax square plus bx plus c. So this is a general equation of a polynomial, right? Quadratic polynomial. ax square plus bx plus c എന്ന് പറയുന്ന ഒരു പോളിനോമിയലിന്റെ സീറോസ് ആണ് ആൽഫയും ബീറ്റയും എങ്കിൽ നമ്മളോട് ചോദിക്കുന്നു ഫൈൻഡ് ദ വാല്യൂ ഓഫ് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ. ഓക്കെ, സോ ഇത് ജനറൽ കേസ് ദെയർ ആൻഡ് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ. ഇത് ചിലപ്പോൾ നമുക്ക് ന്യൂമറിക്കൽ വാല്യൂസ് വെച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ വരാം. സോ നല്ല രീതിയിൽ ചെയ്ത് മനസ്സിലാക്കുക. ഇറ്റ്സ് എ പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഹൗ ക്യാൻ വി ഫൈൻഡ് ദാറ്റ് വാല്യൂ? നോക്കിക്കേ, ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c എന്ന് പറയുന്ന ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഈ ആൽഫയും ബീറ്റയിൽ നമുക്ക് ആരെയൊക്കെ എഴുതാൻ പറ്റും? ഇൻഡിവിജ്വൽ വാല്യൂസ് എഴുതാൻ പറ്റില്ല. എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും: സം ഓഫ് സീറോസ് ഈസ് ഈക്വൽ ടു മൈനസ് v ബൈ a ആൻഡ് പ്രോഡക്റ്റ് ഓഫ് സീറോസ് വിൽ ബി ഈക്വൽ ടു c ബൈ a. ഇത്രയും കാര്യങ്ങൾ എഴുതാം. ഹൗ ക്യാൻ ഐ റിലേറ്റ് ആൽഫ പ്ലസ് ബീറ്റ ആൻഡ് ആൽഫ ഇൻടു ബീറ്റ ടു alpha square plus beta square? Okay, using one of the identity, I can write alpha square plus beta square is equal to alpha plus beta the whole square minus 2 alpha beta. Okay, so ഇതിന്റെയൊക്കെ ഡെറിവേഷൻ എങ്ങനെയാണെന്നുള്ളതൊക്കെ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. alpha square plus beta square is equal to alpha plus beta the whole square minus 2 alpha beta. It is derived from a plus b the whole square and a minus b the whole square expansion ആണ് derive ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ alpha square plus beta square is equal to alpha plus beta is minus b by a the whole square minus 2 alpha beta, that is 2c by a enakata. Okay, so which is equal to b square minus b. Okay, b square divided by a square minus
2c divided by a എന്നുള്ള രീതിയിലേക്ക് കിട്ടും. And when taking a common ആയിട്ട് a എടുക്കുമ്പോൾ a പുറത്തേക്ക്, that is 1 by a പുറത്തേക്ക് എടുത്താൽ b square divided by a minus 2c എന്നാണ് വരുന്നത്. Okay, so എനിക്ക് ഇതിനെ എഴുതാൻ പറ്റും is equal to 1 by a into b square minus 2ac എന്ന് എഴുതാൻ പറ്റും divided by a. Okay, so ഒരു ജനറൽ ഫോമിലേക്ക് ഇതിനെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് 1 by a into a is equal to a square, that is b square minus 2ac divided by a square is the value of alpha square plus beta square, where ax square plus bx square plus c is a quadratic polynomial with zeros alpha and beta. So moving to the next question, if the sum of the zeros of the polynomial p of x is equal to k square minus 14x square minus 2x minus 12 is 1. Okay, that is ഈ തന്നിട്ടുള്ള പോളിനോമിയലിലെ സം ഓഫ് സീറോസ് 1 എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കെയുടെ വാല്യൂ കണ്ടുപിടിക്കും. ദാറ്റ് ഈസ് അവർ ക്വസ്റ്റ്യൻ. സം ഓഫ് സീറോസ് എന്ന് പറഞ്ഞാൽ ഇതൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണ് ഇൻ ടേംസ് ഓഫ് എക്സ്. സോ സം ഓഫ് സീറോസ് എന്ന് പറയുമ്പോൾ ആൽഫ ആൻഡ് ബീറ്റ ആർ ദ ഇൻഡിവിജ്വൽ സീറോസ് എന്നുള്ള രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്താൽ വി ക്യാൻ സേ ആൽഫ പ്ലസ് ബീറ്റ ഇസ് ഈക്വൽ ടു 1 ഹിയർ. ഓക്കെ, ആൻഡ് ഇത് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കോഎഫിഷ്യൻസുമായിട്ടുള്ള റിലേഷൻ അങ്ങനെ പല രീതിയിൽ എടുക്കും. അതേ ആള് തന്നെ, ബട്ട് കോൺസെപ്റ്റ് ഒന്ന് മാറ്റിയെടുത്താൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാൻ. ഓക്കെ, സോ കാരണം ഏതൊരു പോളിനോമിയലിനെയും നമുക്ക് അതിന്റെ സം ഓഫ് സീറോസിന്റെയും പ്രോഡക്റ്റ് ഓഫ് സീറോസിന്റെയും രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയാണ്: എക്സ് സ്ക്വയർ മൈനസ് ഓഫ് ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ബീറ്റ, ഇങ്ങനെയാണ്. ഓക്കെ, സോ നമ്മളിവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, മേക്ക് ദ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ ആസ് 1. എന്റെ ഇവിടെ തന്നിട്ടുള്ള പോളിനോമിയലിന്റെ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 അല്ല, k square minus 14 ആണ്. So that you have to divide the whole polynomial with k square minus 14 there. So I'm going to divide that. അപ്പോൾ k square minus 14 divided by k square minus 14 x square എന്ന് പറഞ്ഞാൽ it is equal to x square എന്ന് പറയുന്ന ഫോമിലേക്ക് മാറും. Next is minus 2 divided by k square minus 14x. Okay. Next is minus 12 divided by k square minus 40. ഈ രൂപത്തിലേക്ക് ഇക്വേഷൻ മാറുകയാണ് ചെയ്യുക. ഇനി നിങ്ങൾ നോക്കുമ്പോൾ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് നോക്കിക്കേ 1 ആയി, ആൻഡ് ജനറൽ ഫോമിലേക്ക് മാറിയപ്പോ മൈനസ്, ഓക്കെ, ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞ ആൾ ആരായി? 2 divided by k square minus 4. So 2 divided by k square minus 14 ആണ്, 4 അല്ല, is equal to നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ട് ഇത് 1 ആണ് അല്ലെ? സോ ഇതിന് ഞാൻ എഴുതുമ്പോഴത്തേക്ക് എനിക്ക് ഇങ്ങനെ കിട്ടും, when cross multiplying k square minus 14 is equal to 2 എന്ന് കിട്ടും, and k square is equal to minus 14 ആ സൈഡിലേക്ക് പോകും പ്ലസ് 16 എന്നായിട്ട് മാറും, ആൻഡ് കെയുടെ വാല്യൂ എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് 4 എന്നുള്ള രൂപത്തിലേക്ക് മാറും. അപ്പൊ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് ടഫായിട്ട് തോന്നരുത്. ചിലപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ഇങ്ങനെ ആയിരിക്കും: ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സം ഓഫ് സീറോസ് ആൻഡ് പ്രോഡക്റ്റ് ഓഫ് സീറോസ് വിത്ത് ദ കോഎഫിഷ്യൻസ് ഓഫ് ദ പോളിനോമിയൽ, ദാറ്റ് ഈസ് ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ. അത് തന്നെയാണ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ളത്. മൈനസ് ബി, മൈനസ് ഓഫ് മൈനസ് 2 വിൽ ബിക്കം പ്ലസ് 2 ഡിവൈഡ് ബൈ എ കെ സ്ക്വയർ മൈനസ് 14. അത് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അത് കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വെച്ചിട്ടും കൂടെ എടുക്കാം. എങ്ങനെ? മേക്ക് ഷുവർ ദാറ്റ് ദ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ ഇസ് 1. അപ്പൊ അല്ലാന്നുണ്ടെങ്കിൽ അതിനെ അങ്ങനെ ആക്കുക. ആക്കിയതിനു ശേഷം എടുത്താൽ പെട്ടെന്ന് ഉത്തരം കിട്ടും. So the next question is this: find the condition that zeros of polynomial p of x is equal to ax square plus bx plus c are reciprocals of each other. Okay, that is ഈ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ ഇപ്പൊ സപ്പോസ് ആൽഫ ആൻഡ് ബീറ്റ ആണ് സീറോസ് എങ്കിൽ ഈ പോളിനോമിയൽസ് ഒന്ന് മറ്റൊന്നിന്റെ റെസിപ്രോക്കൽ ആകണമെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്? അപ്പൊ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് ഇപ്പൊ ഞാൻ ആൽഫ ഈസ് ഈക്വൽ ടു ആൽഫ എന്ന് എടുത്തു, ആൻഡ് ബീറ്റ ഈസ് ഈക്വൽ ടു റെസിപ്രോക്കൽ ഓഫ് ആൽഫ, ദാറ്റ് ഈസ് 1 ബൈ ആൽഫ എന്ന് എടുത്താൽ എനിക്ക് ഇവര് തമ്മിലുള്ള റിലേഷൻ വെച്ചിട്ട് പറയാൻ പറ്റും ആൽഫ ഇൻറ്റു ബീറ്റ. ഓക്കെ, ആൽഫ ഇൻറ്റു ബീറ്റ ഇസ് ഈക്വൽ ടു സി ബൈ എ, കോൺസ്റ്റന്റ് ടേം ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ എന്റെ ക്വസ്റ്റ്യൻ അനുസരിച്ച് ആൽഫ ഇൻറ്റു ബീറ്റയ്ക്ക് പകരം കൊടുക്കാൻ പറ്റുന്ന വാല്യൂ
1 by alpha because beta is a reciprocal of alpha. തിരിച്ചു കൊടുക്കാം കേട്ടോ. ബീറ്റ എന്ന് കൊടുത്തിട്ട് ഇതിനെ 1 by ബീറ്റ എന്ന് എടുക്കാം, ഒരു കുഴപ്പമില്ല. ഈസ് ഈക്വൽ ടു എനിക്ക് കിട്ടുന്നത് C by A എന്നാണ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവും this alpha and this alpha cancel each other. C by A is equal to 1, which means C is equal to A. അതായത് ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ ഒരു സീറോ മറ്റൊരു സീറോയുടെ റെസിപ്രോക്കൽ ആകണമെന്നുണ്ടെങ്കിൽ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റും കോൺസ്റ്റന്റ് ടേമും സെയിം ആയിരിക്കണം. So moving to the next question, very important question. If the zeros of the polynomial x square plus px plus q are in double the value of the zeros of 2x square minus 5x minus 3, find the value of p and q. So the meaning of the question is, നമുക്ക് ഇവിടെ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ തന്നിട്ട് എക്സ് സ്ക്വയർ പ്ലസ് പി എക്സ് പ്ലസ് ക്യൂ, ഇതിന്റെ സീറോസ് ആരാന്ന് നമുക്കറിയില്ല. ബട്ട് നമ്മളോട് പറയുന്നു ഈ തന്നിട്ടുള്ള പോളിനോമിയലിന്റെ സീറോസിന്റെ ഡബിൾ ആണ് ഇവർ എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ പിയുടെയും ക്യൂയുടെയും വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ ക്വസ്റ്റ്യൻ? ഈ പോളിനോമിയലിന്റെ സീറോസ് എന്ന് പറയുന്നത് ഈ തന്നിട്ടുള്ള പോളിനോമിയലിന്റെ സീറോസിന്റെ ഡബിൾ ആണ്. ദാറ്റ് ഈസ് ഇഫ് ദ സീറോസ് ഓഫ് ദ പോളിനോമിയൽ എക്സ് സ്ക്വയർ പ്ലസ് പി എക്സ് പ്ലസ് ക്യൂ ആർ ഡബിൾ ഇൻ വാല്യൂ ടു ദ സീറോസ് ഓഫ് 2x സ്ക്വയർ മൈനസ് 5x മൈനസ് 3. ഓക്കെ, ഈ പോളിനോമിയലിന്റെ സീറോസിന്റെ ഡബിൾ ആണ് ഇവരുടെ സീറോസിന്റെ വാല്യൂ. ഓക്കെ, അപ്പൊ ഞാൻ എനിക്ക് ഇയാളുടെ ബേസിസിലേക്ക് പോകാൻ പറ്റൂ. സോ ഞാൻ ഇതില് ഇവരുടെ സീറോസ് ആൽഫയെന്നും ബീറ്റയെന്നും എടുത്താൽ ഐ ക്യാൻ സേ, അപ്പൊ ഞാൻ പറഞ്ഞു ആൽഫയും ബീറ്റ എന്നാൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എക്സ് സ്ക്വയറിന്റെ കോഷ്യന്റ് 1 ആക്കി നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഡിവൈഡഡ് ബൈ 2. എക്സ് സ്ക്വയറിന്റെ കോഷ്യന്റ് ആരാണ്? 2 ആണ്. സോ ഓൾ ഇക്വേഷനെ ഡിവൈഡ് ബൈ 2 കൊടുക്കുക, പെട്ടെന്ന് എടുക്കാം. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് 5/2 എക്സ് മൈനസ് 3/2 ഈ ഒരു ഫോമിലേക്ക് മാറും. ഇതിൽ നിന്നും ഇതിന്റെ ജനറൽ ഫോം ഉണ്ടല്ലോ, എക്സ് സ്ക്വയർ മൈനസ് ഓഫ് ആൽഫ പ്ലസ് ബീറ്റ എക്സ് പ്ലസ് ആൽഫ ഇൻറ്റു ബീറ്റ, ആ ഒരു കാര്യം യൂസ് ചെയ്താൽ എനിക്ക് ഇതിൽ നിന്നും പറയാൻ പറ്റും ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ 5/2 ആണ്. ഓക്കെ, നെക്സ്റ്റ് എനിക്ക് മറ്റൊരു കാര്യം പറയാൻ പറ്റുന്നത് ആൽഫ ഇൻറ്റു ബീറ്റ. ഓക്കെ, ആൽഫ ഇൻറ്റു ബീറ്റ എന്ന് പറഞ്ഞാൽ എത്രയാണ്? മൈനസ് 3/2 ആണ് അക്കോർഡിംഗ് ടു മൈ ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കേ, ഇവരുടെ സീറോസ് എന്താണോ അതിന്റെ ഇരട്ടിയാണ് ഇവരുടെ സീറോസ് ഉള്ളത്. ഇപ്പൊ ഞാൻ അതിനെ 2 ആൽഫ എന്ന് വിളിക്കുന്നു, അതേപോലെ 2 ബീറ്റ എന്ന് വിളിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഹൗ ക്യാൻ ഐ കാൽക്കുലേറ്റ് ആൽഫ പ്ലസ് ബീറ്റ? നോക്കേ, ഞാൻ ഇതിന് രണ്ടിടെ കൂട്ടാണ് 2 ആൽഫ പ്ലസ് 2 ബീറ്റ എന്നുള്ള ഫോമിലേക്ക് എടുക്കുന്നു. ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ. 2 ആൽഫയും 2 ബീറ്റയും ആണ് സീറോസ് എങ്കിൽ അതിന്റെ ബേസിസിൽ എനിക്ക് ഈ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് സ്ക്വയർ minus of sum of zeros. What are the zeros here? 2 alpha plus 2 beta എന്ന് പറയുന്നതാണ് നമ്മുടെ sum of zeros. X plus what is alpha into beta here? That is product of zeros here. ഇവിടെ alpha into beta 2 alpha and 2 beta. So 2 alpha into 2 beta is equal to 4 alpha beta എന്നുള്ള ഫോമിലേക്ക് ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനെ ഞാൻ ട്രാൻസ്ഫോർമേഷൻ കൊടുക്കുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് ഇതിൽ നിന്ന് 2 ഞാൻ പുറത്തേക്ക് എടുത്താൽ 2, ഇത് പിന്നെ എന്തായിട്ട് മാറി? ആൽഫ പ്ലസ് ബീറ്റ എക്സ് പ്ലസ് 4 ആൽഫ ബീറ്റ. നിങ്ങൾക്ക് ഈ ആൽഫ പ്ലസ് ബീറ്റയുടെ ആൽഫ ഇൻറ്റു ബീറ്റയുടെ വാല്യൂ അവിടെ നിന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് 2 ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ 5/2 ആണ്. സോ 5/2 എക്സ് പ്ലസ് 4 ഇൻറ്റു ആൽഫ ഇൻറ്റു ബീറ്റ മൈനസ് 3/2 ആണ്. ഞാൻ കൊടുക്കുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് this 2 and this 2 cancelled each other. ഇത് എന്തായിട്ട് മാറും? 5x ആയിട്ട് മാറും. ഇനി ഞാൻ ഇവിടെ നോക്കുമ്പോൾ ഈ 4ഉം ഈ ഒരു 2 ക്യാൻസൽ ചെയ്ത് 2 ആയിട്ട് മാറി. 2 into minus 3 will become minus 6. That is ഈ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആക്ച്വലി ആരാണ്? എക്സ് സ്ക്വയർ മൈനസ് 5x മൈനസ് 6 ആണ്. നമുക്കിവിടെ പിന്റെയും ക്യൂവിന്റെയും വാല്യൂ അല്ലേ വേണം? നോക്കിക്കേ, പി എന്ന് പറഞ്ഞാൽ ആരാണ്? -5 and q എന്ന് പറഞ്ഞാൽ ആരാണ്? is equal to -6 there. So moving to the next question, very important question. If ax plus by is equal to a square minus b square and bx plus ay is equal to 0, then find the value of x plus 1. Okay, അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്കറിയാം ഇവിടെ a, b and b, a എന്നുള്ള രീതിയിൽ മാറി തിരിഞ്ഞ് വന്നിരിക്കുകയാണ്. ദാറ്റ് ഈസ് നമുക്ക് തന്നിട്ടുള്ളത് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ് ആണ്. അപ്പൊ അവരെ സാധാ സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്ന അതേ മെഷേഴ്സ് തന്നെ എടുക്കാൻ. എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എക്സ് പ്ലസ് വൈ ആണ് കണ്ടുപിടിക്കുക. അപ്പോ നമ്മൾ ഇവരെ തമ്മിൽ ചെയ്ത് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്ന ആളിനെ നമുക്ക് കിട്ടത്തക്ക രീതിയിലുള്ള ഓപ്പറേഷൻ വേണം ഇവിടെ എടുക്കാൻ. ഓക്കെ, അപ്പൊ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാല്
ഇവരെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയാണ്. ദാറ്റ് ഇസ് ax പ്ലസ് by ഈസ് ഈക്വൽ ടു a സ്ക്വയർ മൈനസ് b സ്ക്വയർ. ആൻഡ് ഇതിന് തൊട്ട് താഴെയായിട്ട് ആ ഇക്വേഷൻ ഞാൻ എഴുതുമ്പോൾ കുറച്ചൊന്ന് മാറ്റി എഴുതും. ദാറ്റ് ഇസ് bx by യുടെ താഴെ എഴുതുന്നു. ആൻഡ് ay എന്ന് പറയുന്ന ആളെ ax ന്റെ താഴെ എഴുതുന്നു. ഓക്കെ, bx പ്ലസ് ay പ്ലസ് bx എന്ന് എഴുതി ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഇപ്പൊ ഇത് നമുക്ക് ക്വസ്റ്റിലുള്ള അതേ ഇക്വേഷൻസ് ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ രണ്ട് ഇക്വേഷൻസിനെ ആഡ് ചെയ്യുന്നു. ഇപ്പൊ ഇത് ഫസ്റ്റ് ഇക്വേഷൻ, ഇതിന് സെക്കൻഡ് ഇക്വേഷൻ എത്താണ്, ഫസ്റ്റ് ഇക്വേഷൻ പ്ലസ് സെക്കൻഡ് ഇക്വേഷൻ. നോക്കിക്കേ, ax പ്ലസ് ay ഓക്കെ പ്ലസ് bx പ്ലസ് by ഈസ് ഈക്വൽ ടു a സ്ക്വയർ മൈനസ് b സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ടേമിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ രണ്ട് ടേംസിൽ നിന്ന് a കോമൺ എടുത്താൽ a ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഓക്കെ, ഇതിൽ നിന്ന് എനിക്ക് ആരെ കോമൺ എടുക്കാം, എക്സ് പ്ലസ് വൈ കോമൺ എടുക്കാൻ പറ്റും. നോക്കിക്കേ, ഇവിടെ എക്സ് പ്ലസ് വൈ രണ്ടുപേർക്കും കോമൺ ആണ്. സോ എക്സ് പ്ലസ് വൈ കോമൺ എടുക്കുന്നു, എക്സ് പ്ലസ് വൈ ഇൻറ്റു. ഓക്കെ, ബാക്കിയോടെ ലെഫ്റ്റ് നിന്ന് ആരാണ്, ഇവിടെ നിന്നും എ ഇൻറ്റു എക്സ് പ്ലസ് വൈ എക്സ് പ്ലസ് വൈ പോയാൽ എ, ഇവിടെ നിന്ന് എക്സ് പ്ലസ് വൈ പോയാൽ പിന്നെ അവിടെ പ്ലസ് ബി മാത്രം ഇസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഓക്കെ, ഇനി ഞാൻ നോക്കുമ്പോൾ എനിക്ക് എക്സ് പ്ലസ് വൈയുടെ വാല്യൂ വേണ്ടത്, എക്സ് പ്ലസ് വൈയെ മാത്രം അവിടെ നിർത്തുക, ബാക്കിയുള്ള ആളെ അപ്പുറത്തേക്ക് കൊണ്ടുപോവുക യൂസിങ് സ്യൂട്ടബിൾ ട്രാൻസ്ഫോർമേഷൻ. ദാറ്റ് ഇസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി. ഇവിടെ നമ്മുടെ ഉത്തരം തിരുത്തില്ല, ബിക്കോസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്ന ആളുടെ എക്സ്പാൻഷൻ നമുക്കറിയാം. ആരാണ്, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്, ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി. സോ ഈ എ പ്ലസ് ബിയും ക്യാൻസൽ ആയി പോയി. നമ്മുടെ ആൻസർ ആര് മാത്രമായിട്ട് മാറി, എ മൈനസ് ബി. സോ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് എക്സ് പ്ലസ് ബൈ ഹിയർ, ഇറ്റ് ഇസ് എ മൈനസ് ബി. സോ മൂവിംഗ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഇതാണ് പറയുന്നത്, കാൽക്കുലേറ്റ് ദ ഏരിയ ബൗണ്ടഡ് ബൈ ദ ലൈൻ. ദാറ്റ് ഇസ് യു ആർ പ്രൊവൈഡഡ് വിത്ത് ദ ഇക്വേഷൻ ഓഫ് എ ലൈൻ ഹിയർ, എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 10. ലൈൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് നമ്മുടെ ലീനിയർ ഇക്വേഷൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 10 ആൻഡ് ബോത്ത് ദ കോർഡിനേറ്റ് ആക്സിസ്. ദാറ്റ് ഈസ് ഈ ഒരു ലൈനും കോർഡിനേറ്റ് ആക്സിസുകളും ഓക്കെ തമ്മിൽ എന്ത് ചെയ്യുന്ന, ബൗണ്ട് ചെയ്യുന്ന ആ ഒരു ഏരിയ, അത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഞാൻ നോക്കുന്നു, നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ലൈൻ വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതാ ഇങ്ങനെ വരയ്ക്കുകയാണ്. ദാറ്റ് ഈസ് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 10 എന്നാണ്. അപ്പൊ കോർഡിനേറ്റ് ആക്സിസുള്ള പോയിന്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ എക്സ് ആക്സിസിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാൻ പറ്റും എക്സ് ആക്സിസിൽ വൈ കോർഡിനേറ്റ് 0 ആണ്. സോ ഞാൻ വൈക്ക് പകരം 0 എന്ന് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് എക്സിന് എന്ത് വാല്യൂ ഇവിടെ കിട്ടുക, 10 ആണ് കിട്ടുക. അതുപോലെ ഞാൻ വൈ ആക്സിസിലെ ആ ഒരു പോയിന്റിനെ കണ്ടുപിടിക്കണമെങ്കിൽ വൈ ആക്സിസിൽ എക്സ് വാല്യൂ 0, അങ്ങനെയാണെങ്കിൽ വൈ വാല്യൂ 10 ആണ് കിട്ടുക. ഓക്കെ, അപ്പം ഈ ലൈൻ കോർഡിനേറ്റ് ആക്സിസുകളെ കൂട്ടിമുട്ടുന്ന പോയിന്റ് എനിക്ക് കിട്ടി. ദാറ്റ് ഇസ് നമ്മളിങ്ങനെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ഇപ്പോ 10 അല്ലേ വന്നത്. സോ ഞാൻ 5, 10 and 5, 10. All I need is these two axes, that is positive ആയിട്ടുള്ള x and y വാല്യൂസ് വരുന്ന ഈ രണ്ട് ആക്സിസ് മാത്രം മതി. ആൻഡ് അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റും 10, 0 എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. ഓക്കെ, 10, 0 ആൻഡ് 0, 10 എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. സോ ഈ രണ്ട് പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈൻ ആണ് നമുക്ക് തന്നിട്ടുള്ള എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 10. അങ്ങനെയാണ് നമ്മൾക്ക് ചോദിക്കുന്നത് ഈ ലൈനും കോർഡിനേറ്റ് ആക്സിസുകളുടെയും ഇടയിൽ ഉണ്ടാകുന്ന ഏരിയ എന്ന് പറയുമ്പോൾ അക്കോർഡിംഗ് ടു മൈ ഫിഗർ ഇറ്റ് ഈസ് എ ട്രയാങ്കിൾ ദർ. ഒരു ട്രയാങ്കിൾ ആണ് ഉണ്ടാകുന്നത് ആൻഡ് ഈ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാം. അപ്പൊ ഏരിയ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം ഇതാ ഇവിടെ വന്നിട്ടുള്ളത് എന്താണ്, 90 ഡിഗ്രി ആണ്. ബിക്കോസ് ആക്സിസുകൾ എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ് ആക്സിസ് ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. സോ അവർക്കിടയിലുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. സോ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ യൂസ് ദ ഇക്വേഷൻ ഹാഫ് ഇൻറ്റു പ്രോഡക്റ്റ് ഓഫ് ദ പെർപെൻഡിക്കുലർ സൈഡ്സ്. ഏരിയ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു പ്രോഡക്റ്റ് ഓഫ് പെർപെൻഡിക്കുലർ സൈഡ്സ്, അല്ലെങ്കിൽ ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന് എടുത്താലും മതി. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഏതെങ്കിലും ഒരു പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സൈഡിനെ തന്നെ ഞാൻ ബേസ് ആയിട്ട് കൺസിഡർ ചെയ്താൽ അതിൽ നിന്നും ഉള്ള ഓൾട്ടിറ്റ്യൂഡ് എന്നുള്ള രീതിയിലേക്ക് ഇത് മാറും. ദ സെയിം ഇക്വേഷൻ രണ്ടും യൂസ് ചെയ്താൽ ഒരേ ആൻസറിലേക്ക് കൊണ്ടെത്തിക്കുക. സോ 1/2 ഇൻറ്റു പെർപെൻഡിക്കുലർ സൈഡിന്റെ ഡിസ്റ്റൻസ് എന്ന് ആലോചിക്കുക. ഒറിജിനൽ നിന്ന് ഇവിടെ വരെ ഡിസ്റ്റൻസ് ഇസ് 10 യൂണിറ്റ്സ്. സോ 10 ഇൻറ്റു അതിന്റെ പെർപെൻഡിക്കുലർ, അടുത്ത പെർപെൻഡിക്കുലറിന്റെ നീളം എത്രയാണ്, ഇറ്റ് ഇസ് ഓൾസോ 10 there. ഓക്കെ, അപ്പൊ എനിക്ക് പറയാൻ പറ്റും 50 സ്ക്വയർ യൂണിറ്റ്സ് ആണ് ആൻസർ. സോ മൂവിംഗ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, സോൾവ് ദ ഫോളോയിങ് പെയർ ഓഫ് ഇക്വേഷൻസ് ഫോർ എക്സ് ആൻഡ് വൈ. ദാറ്റ് ഇസ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ള പെയർ ഓഫ് ഇക്വേഷനിൽ നിന്നും
എക്സിന്റെയും വൈയുടെയും വാല്യൂസ് കണ്ടുപിടിക്കാം. സോ ദാറ്റ് ഈസ് യുവർ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മളത് എങ്ങനെ ചെയ്യാം? ചിന്തിച്ചു നോക്കുക. ഇവിടെ എനിക്ക് എ സ്ക്വയർ ദാറ്റ് ഈസ് 1/x 1/y എന്നുള്ള രൂപത്തിലാണ് തന്നിട്ടുള്ളത്. ഞാൻ ഡിഫൈൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് എക്സ് നോട്ട് ഈക്വൽ ടു 0, y നോട്ട് ഈക്വൽ ടു 0. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാരണം ഡിനോമിനേറ്ററിൽ 0 വന്നാൽ ആ ഒരു ഫ്രാക്ഷൻ നോട്ട് ഡിഫൈൻഡ് ആയിപ്പോവും. അതുകൊണ്ടാണ്. ഓക്കെ, ഇനി നമുക്ക് സാധാരണ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്താക്കും? ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ കോഎഫിഷ്യന്റ് എന്താണ് സെയിം ആക്കും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉപയോഗിക്കും. ഞാൻ ഇവിടെ ചെയ്യുന്നത് എലിമിനേഷൻ മെത്തേഡാണ്. ദാറ്റ് ഈസ് ഒരാളിന്റെ ടേമിനെ സെയിം ആക്കുക. എന്നിട്ട് നമുക്ക് നോക്കാം. അപ്പോ ഇവിടെ ഞാൻ നോക്കുമ്പോ എ സ്ക്വയർ ബൈ എക്സ് ദാറ്റ് ഈസ് 1/x കൂടെ രണ്ടിടത്തുമായിട്ട് വരാതെ ഒരാൾ ബി ആണ്. ഓക്കെ, ഇവിടെ നോക്കുമ്പോ ബി സ്ക്വയർ ബൈ വൈ ഉണ്ട്, ഒരു എ ആണ് ഇല്ലാത്തത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഫസ്റ്റ് ഇക്വേഷനെ എ കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് ഇക്വേഷൻ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇക്വേഷൻ എന്തായിട്ട് മാറും? എ ക്യൂബ് ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ വൈ ഇസ് ഈക്വൽ ടു 0 എന്നായിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഇക്വേഷനെ സംബന്ധിച്ച് അവരുടെ ഈ ടേം സെയിം ആണ് അല്ലെ, ബട്ട് ഓപ്പോസിറ്റ് സൈൻ ആണ്. ഓക്കെ, അപ്പൊ ഇതെന്റെ സെക്കൻഡ് ഇക്വേഷൻ ആണ്. ഇത് ഞാൻ ഫസ്റ്റ് ഇക്വേഷൻ ട്രാൻസ്ഫോം ചെയ്തെടുത്ത തേർഡ് ഇക്വേഷൻ ആണ്. ആൻഡ് വെൻ കമ്പയറിംഗ് സെക്കൻഡ് ആൻഡ് തേർഡ് ഇക്വേഷൻ എനിക്ക് തോന്നിയതല്ല, അവരുടെ ഒരു ടേം സെയിം ആണ് ബട്ട് ഓപ്പോസിറ്റ് സൈൻ. ഓക്കെ, നമുക്ക് അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ആ രണ്ട് ഇക്വേഷൻസ് തമ്മിൽ ആഡ് ചെയ്യാം. ദാറ്റ് ഇസ് 2 + 3 ആഡ് ചെയ്യുന്നു. അപ്പൊ നോക്കുമ്പോ ഇനി എനിക്ക് അവിടെ ലെഫ്റ്റ് ചെയ്യുന്നത് എ ക്യൂബ് ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് എ സ്ക്വയർ ബി ഡിവൈഡഡ് ബൈ എക്സ്, ഇത് മാത്രമാണ്. ഓക്കെ, കാരണം ഇവ രണ്ടും ക്യാൻസൽ ആയി. ബി സ്ക്വയർ ഡിവൈഡ് ബൈ വൈ ആൻഡ് എ ബി സ്ക്വയർ ഡിവൈഡ് ബൈ വൈ ബോത്ത് ആർ സെയിം is equal to 0 plus a plus b is equal to a plus b itself. Okay, when comparing these two fractions I had found that the denominator of the fraction is same. So that you can do the numerical the operation given in the numerator directly there. That is a cube plus a square b divided by x is equal to a plus b. Okay, അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. That is x is equal to a cube plus a square b divided by a plus b എന്ന് പറയുന്ന ഫോമിലേക്ക് മാറും. ഞാനിവിടെ ഈ രണ്ട് ടേംസിലും മുകളിലത്തെ രണ്ട് ടേംസിലും a സ്ക്വയർ കോമൺ ആണ്. സോ ഞാൻ അയാളെ ഇനി കോമൺ ആയിട്ട് പുറത്തെടുക്കുന്നു. എ സ്ക്വയറിനെ ഇനി പുറത്തെടുത്താൽ എ ക്യൂബിൽ നിന്ന് എ സ്ക്വയർ പോയാൽ പിന്നെ അവിടെ എ മാത്രമേ ഉള്ളൂ. ആൻഡ് എ സ്ക്വയറിൽ നിന്ന് എ സ്ക്വയർ പോയാൽ പിന്നെ അവിടെ ഒരു ബി മാത്രമേ ഉള്ളൂ. സോ പ്ലസ് ബി ഡിവൈഡഡ് ബൈ a plus b എന്ന് പറയുന്ന ഫോമിലേക്ക് മാറും. ആൻഡ് this a plus b in the numerator and the a plus b in the denominator cancel each other. Okay, and we will get a square as the answer. That is x is equal to എത്ര കിട്ടിയ? a square ആണ് കിട്ടുക. എനിക്ക് ഇനി ആരെ വാല്യൂ കണ്ടുപിടിക്കണം? y യുടെ വാല്യൂ കണ്ടുപിടിക്കണം. സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ എനി ഓഫ് ദി ഇക്വേഷൻ. ഇവിടെ നോക്കുക, എനിക്കൊരു സിമ്പിൾ ഇക്വേഷൻ ഉണ്ട്. a square divided by x minus b square divided by y is equal to 0. When substituting the value of x there, a square divided by x ന് പകരം a square കൊടുക്കുന്നു minus b square divided by y is equal to 0. a square divided by a square is 1 minus b square divided by y is equal to 0. b square by y അപ്പുറത്തേക്ക് കൊടുക്കാം. 1 is equal to b square by y എന്ന് കിട്ടും. ആൻഡ് ഇനി ക്രോസ് ചെയ്യുമ്പോൾ 1 into y. ഓക്കെ, y is equal to b square എന്ന് പറയുന്ന ഇക്വേഷനിലേക്കായിട്ട് എത്തുന്നത്. That is x is equal to a square and y is equal to b square in the question. So, moving to the next question. This is a much expected question for this term because ഇത് നിങ്ങളുടെ സാമ്പിൾ പേപ്പറിൽ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യന്റെ വേറെ മോഡലാണ്. ഇതിന്റെ അകത്ത് വന്നിട്ടുള്ളത് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ് എന്ന് പറഞ്ഞ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് ലീനിയർ ഇക്വേഷൻസ് എന്നുണ്ട്. ബട്ട് അവരുടെ ഒരു പ്രത്യേകത, അവരുടെ കോഎഫിഷ്യൻസ് എക്സിന്റെയും വൈന്റെ സൈൻ സെയിം ആയിരിക്കണം. ആൻഡ് എക്സിന്റെയും വൈയുടെയും കോഎഫിഷ്യന്റ് എന്താണ് തന്നിട്ടുള്ളത്? ഇന്റർചേഞ്ച് ചെയ്താൽ തന്നിട്ടുള്ളത്. സോ ഇങ്ങനെയുള്ള ഇത് ചെയ്യുമ്പോൾ എലിമിനേഷൻ മെത്തേഡ്, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡെല്ലാം ഉപയോഗിക്കുന്നതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് ആഡ് ദീസ് ടു ഇക്വേഷൻസ് ആൻഡ് സബ്ട്രാക്ട് ദീസ് ടു ഇക്വേഷൻസ് സൈമൾട്ടേനിയസ്ലി. ഒരേ സമയം ഈ ഇക്വേഷനെ ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യാം. ദാറ്റ് ഈസ് ഇഫ് ദിസ് ഇസ് ടേക്കൺ ആസ് ദ ഫസ്റ്റ് ഇക്വേഷൻ ആൻഡ് ദിസ് ഇസ് ടേക്കൺ ആസ് ദ സെക്കൻഡ് ഇക്വേഷൻ, നിങ്ങൾ ഇതിനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇങ്ങനെയാണ് 141x plus 93 which is equal to 234. 234x plus 93 plus 141. It is also 234y is equal to 189 plus 45. It is also 234. Okay, അപ്പൊ ഈ ഇക്വേഷൻ മാറുന്ന രൂപം നോക്കുക. 234 കോമൺ എടുത്താൽ 234 into x plus y is equal to 234. That means x plus y is equal to 1 here.
ഓക്കെ, അപ്പൊ ഇത് നമുക്ക് സോൾവ് ചെയ്യാൻ എളുപ്പത്തിലുള്ള ഒരു ലീനിയർ ഇക്വേഷനിലേക്ക് മാറി. ഇതിനേക്കാൾ ഇത് കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. ആൻഡ് നെക്സ്റ്റ് ഇതിനെ എന്ത് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക ഒരേ സമയം. ഏത് ഇക്വേഷന്? ക്വസ്റ്റിൽ തന്നിട്ടുള്ള ഇക്വേഷൻ. ഓക്കെ, ദാറ്റ് ഈസ് 141x minus 93 which is equal to 48x. Okay, and plus 93 minus 141 will become minus 48y is equal to 189 minus 45 which is equal to 144. Okay, and ഇതില് 48 നെ കോമൺ എടുത്താൽ 48 into x minus y will become 144. Okay, so ഇതിൽ നിന്ന് എനിക്ക് പറയാം x minus y is equal to 144 divided by 48 എന്നുള്ള രൂപത്തിൽ ഇത് മാറുകയാണ് ചെയ്യുക. And 144 divided by 48 is 3. So the equation will become x minus y is equal to 3 and it is our equation number 4. So ഈ ഒരു ലീനിയർ ഇക്വേഷനെ, ഈ രണ്ട് ലീനിയർ ഇക്വേഷൻസിനെ സോൾവ് ചെയ്യാൻ എളുപ്പത്തിലുള്ള രണ്ട് ലീനിയർ ഇക്വേഷൻസിലേക്ക് നമ്മൾ മാറ്റി. x plus y is equal to 1 and x minus y is equal to 3. So ഇത് ഞാൻ ഈ ഇക്വേഷൻസിനെ തമ്മിൽ ആഡ് ചെയ്യുന്നു. 3 and 4. That is x plus x which is equal to 2x plus y minus y cancel each other. 3 plus 1 is equal to 4 which means x is equal to 2. ഇനി y യുടെ വാല്യൂ കണ്ടുപിടിക്കാൻ ഏതെങ്കിലും ഒരു ഇക്വേഷൻ x ന് പകരം 2 കൊടുക്കുക. That is 2 plus y is equal to 1 which implies y is equal to 1 minus 2 which is equal to minus 1. So the numerical value of x is equal to 2 and y is equal to minus 1. So moving to the next question. ഈ ക്വസ്റ്റ്യൻ പറയുന്നത് solve the value of x and y from the given linear equations. So അപ്പൊ ഇത് നമ്മൾ എങ്ങനെ ചെയ്യും? x by a is equal to y by b. This is the first equation provided. ഈ ഇക്വേഷനിൽ ഞാൻ ജസ്റ്റ് ഒരു ട്രാൻസ്ഫോർമേഷൻ കൊടുക്കുകയാണ്. x by a minus y by b is equal to 0. ഓക്കെ, നെക്സ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ഒരു ഫ്രാക്ഷൻസിന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ദാണ്ടെ x into b is equal to bx minus a into y is equal to ay divided by ab is equal to 0. അങ്ങനെയാണ് ഇതിനെ എനിക്ക് മറ്റൊരു രീതിയിൽ എഴുതാം. bx minus ay is equal to 0 into a into b will become 0. ഓക്കെ, സോ ഇപ്പൊ എനിക്ക് എന്താണ് ഫ്രാക്ഷൻസ് ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു ലീനിയർ ഇക്വേഷൻ കിട്ടി. സോ ഇവർ രണ്ടുപേരുടെ വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. സോ ദിസ് ഇസ് ദ സെക്കൻഡ് ഇക്വേഷൻ ആൻഡ് ലെറ്റ് ഇറ്റ് ബി ടേക്കൺ ആസ് എ ഫസ്റ്റ് ഇക്വേഷൻ. സോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിന്റെ തൊട്ട് താഴെയായിട്ട് ഇതിനെ എഴുതാം. ഇറ്റ് ഇസ് bx minus ay is equal to 0. സെക്കൻഡ് ഇക്വേഷൻ. അപ്പോ ഞാൻ ചെയ്യുന്നത് എലിമിനേഷൻ മെത്തേഡാണ് കൂടുതൽ. അപ്പോ ഏതെങ്കിലും ഒരു ആളുടെ ഒരു വേരിയബിളിന്റെ കോഎഫിഷ്യന്റ് സെയിം ആക്കുക. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ നോക്കുമ്പോ ഇപ്പൊ ഈ ഒരു ഇക്വേഷനെ a കൊണ്ടും താഴത്തെ ഇക്വേഷനെ ഞാൻ b കൊണ്ടും മൾട്ടിപ്ലൈ ആണ്. ദാറ്റ് ഈസ് ഞാൻ ഉദ്ദേശിക്കുന്നത് y-യുടെ കോഎഫിഷ്യൻസ് സെയിം ആക്കാനാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇയാളെ a കൊണ്ടും ഇയാളെ b കൊണ്ടുമാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഐ എം ഗോയിങ് ടു മൾട്ടിപ്ലൈ ദ ഫസ്റ്റ് ഇക്വേഷൻ വിത്ത് a ആൻഡ് ഗോയിങ് ടു മൾട്ടിപ്ലൈ ദ സെക്കൻഡ് ഇക്വേഷൻ വിത്ത് b. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഇക്വേഷൻ ഇങ്ങനെയായിട്ട് മാറും. a square x plus aby is equal to a into a square plus b square. നെക്സ്റ്റ് രണ്ടാമത്തെ ഇക്വേഷൻ ഇങ്ങനെയായിട്ട് മാറും. b square x minus aby is equal to 0. ഓക്കെ, ഇനി ഈ രണ്ട് ഇക്വേഷൻസിനെ ഞാൻ ആഡ് ചെയ്യാണ്. അപ്പൊ നോക്കുമ്പോ a square x plus b square x is equal to y plus aby minus aby cancelled each other. a square x plus b square x is equal to a into a square plus b square. ഇനി നമ്മൾ നോക്കുമ്പോൾ ഇവിടെ രണ്ടുപേർക്കും x എന്ന് പറയുന്ന ആൾ കോമൺ ആണ്. സോ എക്സിനെ കോമൺ എടുത്താൽ എനിക്ക് ax into a square plus b square is equal to a into a square plus b square എന്നായിട്ട് മാറും. രണ്ട് സൈഡിലുമുള്ള a square plus b square ക്യാൻസൽ ആയി പോയാൽ I will get the value of x is equal to a there. Okay, അപ്പൊ x ന്റെ വാല്യൂ കിട്ടി a ആൻഡ് ഇനി y യുടെ വാല്യൂ കണ്ടുപിടിക്കണം. ഈ ഇക്വേഷൻ ആണ് ഞാൻ എടുക്കുക. ഈ ഇക്വേഷനിൽ നിന്ന് എനിക്ക് പറയാൻ പറ്റും y is equal to x b divided by a എന്ന് പറയാം. അപ്പൊ ഇതാ നോക്കുന്ന എക്സിന് പകരം ഞാൻ a എന്ന് കൊടുക്കുകയാണ്. ab divided by a and a cancel each other. y യുടെ വാല്യൂ എനിക്ക് എത്രയാണ് കിട്ടിയത്? b ആണ് കിട്ടിയത്. That is the solution of these two pair of linear equation is given by x is equal to a and y is equal to b there. So we are moving to the next question. In the figure, ABC and DBC are two right triangles. Okay, in my figure it is provided the two right angle triangles ABC and DBC. Okay, and avade angle right angles vannulla vertex according to my figure ABC യിൽ A യും DBC യിൽ D യുമാണ്. അത് ശ്രദ്ധിക്കാം. നെക്സ്റ്റ്
പ്രൂവ് ദാറ്റ് AP into PC is equal to BP into PD എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ MCQ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഓപ്ഷൻ തന്നതിന് ശേഷം ഇങ്ങനെ പല രീതിയിലുള്ള റിലേഷൻഷിപ്പ് വരുന്ന രീതിയിലുള്ള 4 ഓപ്ഷൻ തന്നിട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ട്രൂ എന്നായിരിക്കാം ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ആൻഡ് ദിസ് ഇസ് എ ക്വസ്റ്റ്യൻ ഫ്രം യുവർ പ്രീവിയസ് പേപ്പർ. സോ ശ്രദ്ധിക്കുക, നമ്മൾ ഇതിനെ എങ്ങനെ ചെയ്യുക? ഇഫ് I am going to consider this triangle, that is ABC എന്ന് പറയുന്ന ട്രയാങ്കിളിനെയും അതേപോലെ BDC എന്ന് പറയുന്ന ട്രയാങ്കിൾ, ഓക്കെ, ഇവർ രണ്ടുപേരും തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് നമുക്ക് ഇവിടെ കാണാം. ആൻഡ് ഇൻ മൈ ഫിഗർ ഇറ്റ് ഈസ് ഗിവൺ ആസ് P there, ഓക്കെ. ആൻഡ് എന്നോട് ഇതാ AP, PC, BP, PD അങ്ങനെയാണ് തോന്നുന്നത്. സോ ഈ P എന്ന് പറയുന്ന പോയിന്റ് നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഐ എം ഗോയിങ് ടു കൺസിഡർ ദ സിമിലാരിറ്റി ഓഫ് ദീസ് ടു ട്രയാങ്കിൾസ്. ആരൊക്കെയാണ്? APB, triangle APB and triangle DPC, okay, triangle DPC. ഇവർ രണ്ടുപേരുടെയും കേസാണ് ഞാൻ നോക്കുന്നത്. ഇവർ രണ്ടുപേരെയും കാണുമ്പോൾ മനസ്സിലാവുന്നത് ആംഗിൾ A എന്ന് പറയുന്നതും ആംഗിൾ D എന്ന് പറയുന്നതും 90 ഡിഗ്രി ആണ്. ആൻഡ് ഇറ്റ് ഈസ് എ ഗിവൺ കണ്ടീഷൻ ഇൻ മൈ ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് എനിക്ക് മനസ്സിലാവുന്നത് ഈ P എന്ന് പറയുന്ന പോയിന്റില് അപ്പുറത്തും ഇപ്പുറത്തും, ദാറ്റ് ഈസ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആയിട്ട് വന്നുള്ള ഈക്വൽ ആംഗിൾസ് ആണ്. ആരൊക്കെ? ആംഗിൾ P ഈസ് ഈക്വൽ ടു ആംഗിൾ P ഓഫ് ഈച്ച് ഓഫ് ദ ട്രയാങ്കിൾസ്, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. സോ ഇത്രയും തന്നെ മതിയാകും നമുക്ക് എന്ത് പറയാൻ? ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണ് എന്ന് പറയാനായിട്ട്. സോ എനിക്ക് പറയാം ട്രയാങ്കിൾ APB is similar to triangle DPC. Okay, why? By AA similarity criterion. Okay, by AA similarity criterion. Next, എനിക്ക് എന്താ പറയാൻ പറ്റുക? ഇനി എനിക്കിവിടെ സൈഡ്സിന്റെ പ്രൊപ്പോർഷണാലിറ്റി എന്നുള്ള രൂപത്തിലാണ് വേണ്ടത്. ബിക്കോസ് നിങ്ങൾക്ക് ഇത് കാണുമ്പോഴേ അറിയാം എന്താണ് ഇതൊരു റേഷ്യോ എന്നുള്ള രീതിയിൽ എടുത്തിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് വരുന്ന രീതിയിലൊരു റിസൾട്ട് ആണ്. സോ ആ രീതിയിൽ ഇതിനെ കൺസിഡർ ചെയ്യാം. APB എന്ന് പറഞ്ഞ ട്രയാങ്കിൾ 90 ഡിഗ്രി ആംഗിൾ ഓപ്പോസിറ്റ് സൈഡ് ഇസ് PB ഡിവൈഡ് ബൈ 90 ഡിഗ്രി ഓപ്പോസിറ്റ് സൈഡ് ഇസ് PC ഈസ് ഈക്വൽ ടു, ഓക്കെ, ഈ ആംഗിളിന് ഓപ്പോസിറ്റ് സൈഡ് ആരാണ്? AB ഡിവൈഡഡ് ബൈ അതേ ആംഗിളിന് ഈക്വൽ ആയിട്ടുള്ളതിന് ഓപ്പോസിറ്റ് സൈഡ് ആരാണ്? DC which is equal. സ്വാഭാവികമായിട്ടും ഈ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. സോ ഇതിന് ഓപ്പോസിറ്റ് സൈഡ് ആരാണ്? AP ഡിവൈഡഡ് ബൈ, ഓക്കെ, ഇതിന് ഓപ്പോസിറ്റ് സൈഡ് ആരാണ്? PD. നമുക്ക് ഇതിൽ ആരെയൊക്കെ വേണം? ഓക്കെ, AP വേണം, അതേപോലെ നമുക്ക് PC വേണം, നെക്സ്റ്റ് നമുക്ക് PB വേണം, അതേപോലെ PD വേണം. സോ ഈ ഒരു റേഷ്യോ, ദാറ്റ് ഈസ് കറസ്പോണ്ടിങ് റേഷ്യോ, ദ റേഷ്യോ ഓഫ് ദ കറസ്പോണ്ടിങ് സൈഡ്സ് ഓഫ് ദീസ് ടു സിമിലർ ട്രയാങ്കിൾസ്, ഇതിൽ എനിക്ക് വേണ്ടത് ഇത്രയും ഭാഗം മാത്രമാണ് എന്റെ ആൻസറിലേക്ക് എത്താൻ. സോ ഞാൻ അതിനെ ഒന്നുകൂടെ റീറൈറ്റ് ചെയ്യാം. PB ഡിവൈഡഡ് ബൈ PC ഈസ് ഈക്വൽ ടു AP ഡിവൈഡഡ് ബൈ PD, which implies, ഓക്കെ, എങ്ങനെ വരാം? PB into PD is equal to AP into PC, and that is the condition given in my question. Okay, നിങ്ങൾക്കത് MCQ ആണ്. സോ ഇതിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഓപ്ഷൻ, ദാറ്റ് ഈസ് ഈ റിസൾട്ട് നിങ്ങളുടെ ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ മാർക്ക് 8. സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിൽ നമുക്കൊരു ഫിഗർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അവിടെ നമ്മൾ ചോദിക്കുന്നത് ഈ രണ്ട് കണ്ടീഷൻസ് പ്രൂവ് ചെയ്യാനാണ്. ദാറ്റ് ഈസ് ട്രയാങ്കിൾ ABG സിമിലർ ടു ട്രയാങ്കിൾ DCB എന്ന് പ്രൂവ് ചെയ്യുക, അതേപോലെ BC by BD is equal to BE by AB എന്ന് പ്രൂവ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ MCQ ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ പല രീതിയിൽ മാറ്റി ചോദിക്കാം. ദാറ്റ് ഈസ് സെയിം ഫിഗറും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ആൻഡ് ഈ കാര്യം ചിലപ്പോൾ നിങ്ങളുടെ ഓപ്ഷൻസ് ആയിട്ട് അവർ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, സോ നമ്മുടെ 2015 ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ 2015 ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് ആദ്യം എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ട്രയാങ്കിൾ ABG, ഓക്കെ, ABG എന്ന് പറഞ്ഞാൽ ആരാണ്? ABG എന്ന് പറയുന്ന ട്രയാങ്കിളും DCB എന്ന് പറയുന്ന ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. സോ എനിക്ക് പറയാൻ പറ്റും ഈ രണ്ട് ട്രയാങ്കിൾ ഒരു 90 ഡിഗ്രി ആംഗിൾ വരുന്നില്ലേ? ആംഗിൾ G ഈസ് ഈക്വൽ ടു ആംഗിൾ B there. എവിടെയാണ്? ഇൻ ട്രയാങ്കിൾ ആരൊക്കെയാണ് സ്പെസിഫൈ ചെയ്ത് പറയാം? ABG ആൻഡ് ട്രയാങ്കിൾ DCB. എനിക്ക് പറയാൻ പറ്റും ആംഗിൾ G ഈസ് ഈക്വൽ ടു ആംഗിൾ B. നെക്സ്റ്റ് പറയാൻ പറ്റുന്ന കണ്ടീഷൻ എന്തുണ്ട്? വേറെ ഏതെങ്കിലും ആംഗിൾസിനെ പറ്റി നമുക്ക് പറയാൻ പറ്റുമോ? വേറെ സൈഡ്സിനെ പറ്റി പറയാൻ പറ്റുമോ എന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഈ രണ്ട് ട്രയാങ്കിൾ ഉണ്ട്. ABG എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ഒരു സൈഡാണ് BG, അതേപോലെ DBC എന്ന് പറയുന്ന ട്രയാങ്കിൾ അല്ലെ DCB എന്ന് പറഞ്ഞ ട്രയാങ്കിളിന്റെ ഒരു സൈഡാണ് CD. ഈ CD എന്ന് പറയുന്ന ആളിനെ അതേ ഇൻക്ലിനേഷനിൽ എക്സ്റ്റെൻഡ് ചെയ്തപ്പോ ഈ സൈഡ് എക്സ്റ്റെൻഡ് ചെയ്തതുമായിട്ട് അത് കൂട്ടിമുട്ടിയിട്ടുണ്ട്. കൂട്ടിമുട്ടിയ പോയിന്റില് നമുക്ക് പറയാൻ പറ്റും ഈ രണ്ട് ലൈൻസും ഫോം ചെയ്തിട്ടുള്ള ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി. ദാറ്റ് ഈസ് ദേ ഫോം ഈക്വൽ ആംഗിൾ വിത്ത് ദ സെയിം ലൈൻ. അങ്ങനാണെങ്കിൽ ഈ രണ്ട് പേര് എനിക്ക് എന്താന്ന് പറയാൻ പറ്റും? പാരലൽ ലൈൻസ് ആണെന്ന് പറയാൻ പറ്റും. മെയിൻ കോൺസെപ്റ്റ് ഹിയർ, ഓക്കെ, ദാറ്റ് ഈസ് ഈ രണ്ട് ലൈൻസ് ആരൊക്കെയാണ്? BG
ആൻഡ് സി ഡി എന്ന് പറയുന്ന ആളെ പ്രൊഡ്യൂസ് ചെയ്ത് വരച്ച സി എഫ്. ഓക്കെ, ഇവർ രണ്ടുപേരും സെയിം ലൈനുമായിട്ട് സെയിം മെഷർമെന്റ് ഓഫ് ആംഗിൾ ആണ് ഫോം ചെയ്യുന്നത്. സോ ദേ ആർ പാരലൽ ലൈൻസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവർ രണ്ടിനെ പാരലൽ ലൈൻസ് ആയിട്ട് കൺസിഡർ ചെയ്താൽ അവരെ കട്ട് ചെയ്ത ട്രാൻസ്വേഴ്സൽ എന്നുള്ള രീതിയിൽ ഞാൻ ഈ ഹോൾ എ സിയെ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളും സെയിം ആയിരിക്കും. വൈ? ബിക്കോസ് ദേ ആർ കറസ്പോണ്ടിങ് ആംഗിൾസ് ദെയർ. ഓക്കെ, കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് വേണേൽ സ്പെസിഫൈ ചെയ്ത് പറയാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതിനെ നെയിം ചെയ്താലും മതി. ഓക്കെ, ഇപ്പൊ ഞാൻ ഇതിനെ ആംഗിൾ 1, ഇതിനെ ആംഗിൾ 2, ഇതിനെ ആംഗിൾ 3, ഇതിനെ ആംഗിൾ 4, ഇത് ആംഗിൾ 5, അങ്ങനെ ഒരു രീതിയിൽ എടുത്താൽ എനിക്ക് പറയാം ഇൻ മൈ ഫിഗർ ആംഗിൾ 4 ഈസ് ഈക്വൽ ടു ആംഗിൾ 5. വൈ? ബിക്കോസ് കറസ്പോണ്ടിങ് ആംഗിൾസ്. അതുപോലെ തന്നെ എനിക്ക് മറ്റൊരു കാര്യം കൂടെ പറയാൻ പറ്റും. ഇപ്പൊ ഈ രണ്ട് ട്രയാങ്കിൾസിന്റെയും ഓരോ പെയർ ഓഫ് ആംഗിൾസ് എന്താണ്? ഈക്വൽ. ആംഗിൾ 1 ഈസ് ഈക്വൽ ടു ആംഗിൾ 3 ആണ്. ഇതിന്റെ മീനിങ് ആംഗിൾ 1 ഈസ് ഈക്വൽ ടു ആംഗിൾ 3. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ആംഗിൾ, ഓക്കെ, ഈ ആംഗിളും ഈ ആംഗിളും എന്തായിരിക്കും? സെയിം ആയിരിക്കും. നമ്മൾ ഈ രണ്ട് ട്രയാങ്കിൾസിനാണ് ഇപ്പോൾ കൺസിഡർ ചെയ്തത്. സോ ഐ കോൾ ദം ആസ് ആംഗിൾ 6 and angle 7 there. Okay, so angle 6 is equal to angle 7 ആണ്. അതിപ്പോ നമുക്ക് എഴുതേണ്ട കാര്യമില്ല, നമുക്ക് ഇത് പ്രൂവ് ചെയ്യാൻ ഇത് മാത്രം മതിയാകും. by a similarity, രണ്ട് pair of angles equal ആയി, I can say that these two triangles are similar to each other. That is triangle ABG is similar to triangle DCB. Very simple. Next നമ്മളോട് ചോദിക്കുന്നു അടുത്തൊരു ക്വസ്റ്റ്യൻ. BC by BD is equal to BE by AB എന്ന് പ്രൂവ് ചെയ്യൂ. ഓക്കെ, BC by BD. അപ്പൊ നോക്കാം, BC എന്ന് പറയുന്നതും BD എന്ന് പറയുന്നതും സൈഡ് ആയിട്ട് വരുന്ന ട്രയാങ്കിൾ ആരാണ്? ട്രയാങ്കിൾ DCB. ഓക്കെ, DCB. നെക്സ്റ്റ് നമ്മൾ പറയുന്നു BE ആൻഡ് AB. BE എന്ന് പറയുന്ന സൈഡും AB എന്ന് പറയുന്ന സൈഡും വരുന്ന രീതിയിലുള്ള ട്രയാങ്കിൾ ആരാണ്? ABE. ഓക്കെ, അപ്പൊ ആൻഡ് ട്രയാങ്കിൾ ABE ഞാൻ കൺസിഡർ ചെയ്യുന്നു. ഇവർ രണ്ടുപേരെയും കൺസിഡർ ചെയ്താൽ എനിക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കുമ്പോൾ മനസ്സിലാവുന്നത്, നമ്മൾ ഇവിടെ ഓൾറെഡി പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആംഗിൾ 6 is equal to ആംഗിൾ 7. ഇവർ രണ്ടുപേരെ സംബന്ധിച്ച്. ഓക്കെ, ആംഗിൾ 6 is equal to ആംഗിൾ 7 നമ്മളത് പറഞ്ഞിട്ടുള്ളതാണ്. നെക്സ്റ്റ് എനിക്ക് ഓൾറെഡി പ്രൂവ്ഡ്, ബിക്കോസ് ഈ രണ്ട് ട്രയാങ്കിൾസിനെ സംബന്ധിച്ച് ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് അവരുടെ മൂന്നാമത്തെ പെയർ ഓഫ് ആംഗിൾസ് ഈക്വൽ ആണ്. ഓക്കെ, സോറി, ഓൾറെഡി പ്രൂവ്ഡ് കണ്ടീഷൻ. ഓക്കെ, അപ്പൊ ഒരു ആംഗിൾ ഈക്വൽ ആയി. നെക്സ്റ്റ് ഞാൻ നോക്കുന്നു DCB എന്ന് പറഞ്ഞ ട്രയാങ്കിളിലും ഞാനിപ്പോ എടുത്തിട്ടുള്ള ABE എന്ന് പറഞ്ഞ ട്രയാങ്കിൾ, ABE എന്ന് പറഞ്ഞ ട്രയാങ്കിളിലും എനിക്ക് ഇനി എടുക്കാൻ പറ്റുന്ന ആംഗിൾ ആരാണ്? സ്വാഭാവികമായിട്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കുക, BE എന്ന് പറഞ്ഞ ലൈൻ ഇവിടെ 90 ഡിഗ്രി ആംഗിൾ ഫോം ചെയ്യുന്നെങ്കിൽ AB എന്ന് പറഞ്ഞ ട്രയാങ്കിളിൽ ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. സോ എനിക്ക് പറയാൻ പറ്റും ആംഗിൾ ABE is equal to ആംഗിൾ ആരാണ്? 3 there. അങ്ങനെയാണെങ്കിൽ 90 degree. Okay, അങ്ങനെയാണെങ്കിൽ by AA similarity these two triangles are also similar. Triangle DCB is similar to triangle ABE എന്ന് എനിക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് നോക്കിയ കറസ്പോണ്ടിങ് സൈഡ്സിന്റെ പ്രൊപ്പോർഷണാലിറ്റി എടുത്ത് നോക്കണം, എന്നാലേ വേണ്ട റേഷ്യോ കിട്ടുള്ളൂ. സോ ആ രീതിയിൽ കൺസിഡർ ചെയ്യാം. DCB എന്ന് പറഞ്ഞ ട്രയാങ്കിൾ, DCB എന്ന് പറഞ്ഞ ട്രയാങ്കിൾ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ആരാണ്? DC divided by ABE എന്ന് പറഞ്ഞ ട്രയാങ്കിൾ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ആരാണ്? AE is equal to, ഇനി നോക്കാം ഈ ആംഗിൾ, ഓക്കെ, സോ ഓക്കെ 7, ആംഗിൾ 7, ഈ ആംഗിൾ ഇതിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ആരാണ്? BC. ആംഗിൾ 7 ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ ആരാണ്? ആംഗിൾ 6. ആംഗിൾ 6ന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ആരാണ്? BE is equal to, ഇനി ചിന്തിച്ചു നോക്കാം, ആംഗിൾ ഇക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് AB ആണ്, അത് നമുക്ക് താഴെ വരാം. ഓക്കെ, AB. ഇനി അവിടുത്തെ ആംഗിൾ സ്വാഭാവികമായിട്ടും ഈ ആംഗിൾ ഈക്വൽ ആക്കുന്നത് ആംഗിൾ 4 will be equal to this. ഇത് ആംഗിൾ 4 ഈക്വലന്റ് ആയിരിക്കും BD എന്നുള്ള രീതിയിലാണ് വരാം. ഇതിൽ നമുക്ക് ഏതൊക്കെ വേണം ചിന്തിച്ചു നോക്കുക. എനിക്ക് BC വേണം, BD വേണം, BE വേണം, AB വേണം. സോ എനിക്ക് ഇത്രയും ഭാഗം മാത്രം മതി. ഇതിൽ ഞാൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്റെ ഉത്തരത്തിലേക്ക് വേണ്ട രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തുമ്പോൾ ഈ BC അവിടെ നിൽക്കട്ടെ, BD എപ്പുറത്തേക്ക് കൊണ്ടുവരണം, ഡിവൈഡഡ് ബൈ BD. സോ BC ഡിവൈഡഡ് ബൈ BD is equal to, ഇനി ഈ സൈഡിലേക്ക് BE പോയിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ AB എന്നായിട്ട് മാറി, ആൻഡ് ഹെൻസ് ദ പ്രൂഫ്. സോ ഈ ഫിഗേഴ്സ് ഒക്കെ കുറച്ചൊന്നും നമ്മൾ നല്ല രീതിയിൽ ചിന്തിച്ചില്ലെങ്കിൽ നമുക്ക് ഈ ഒരു റേഷ്യോസ് ഒക്കെ കണ്ടെത്താൻ ബുദ്ധിമുട്ടായിരിക്കും. ആൻഡ് ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, സോ അതുകൊണ്ടാണ് നമ്മൾ ഡിസ്കഷൻ എടുത്തത്. So moving to the next question, in my question it is you are provided with a figure, and it is the figure of an equilateral triangle.
PQR is an equilateral triangle. Equilateral triangle എന്ന് പറയുമ്പോഴേ അവിടെ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഇങ്ങനെ ഓർത്തിക്കണം, three sides are equal. So according to my figure, PQ is equal to PR is equal to what? QR എന്നുള്ള രീതിയിൽ എഴുതാം. Next condition given in my question is PX is perpendicular to QR. That is PX is the altitude. And equilateral triangle ആയതുകൊണ്ട് തന്നെ ഇത് altitudeുമാണ് ഒരേ സമയം എന്തുമാണ്? മീഡിയനുമാണ്. സോ അത് നമ്മൾ ആലോചിക്കുക. പി എക്സ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആണ് എന്നുണ്ടെങ്കിൽ, that is altitude ആണെന്നുണ്ടെങ്കിൽ, since this is an equilateral triangle, x is the midpoint of QR എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാം. That is എനിക്ക് പറയാൻ പറ്റും. ആൻഡ് ഇവിടെ എന്റെ ഉത്തരം വേണ്ടത് നോക്കിക്കേ, px². That is ഇതിന്റെ വാല്യൂ ആണ് വേണ്ടത് ഇൻ ടേംസ് ഓഫ് വാട്ട്? RX സ്ക്വയറിന്റെ ടേംസിലാണ് വേണ്ടത്. സോ എപ്പോഴാലേക്ക് അതാ ഇയാളും തമ്മിലുള്ള ബന്ധമാണ് എനിക്ക് വേണ്ടത്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ us ടു ടേക്ക് PX ആൻഡ് RX ഓക്കെ ഇൻ സ്പെഷ്യൽ കൺസിഡറേഷൻ. സോ നോക്കാം, px² is equal to RX²/2. സോ എനിക്ക് ഈ ഒരു ഫിഗറിൽ px² RX² തമ്മിലുള്ള ബന്ധം എന്താണെന്ന് കണ്ടുപിടിക്കലാണ് എന്റെ മെയിൻ ജോബ്. ഓക്കെ, സോ PQ is equal to PR is equal to QR എന്നുള്ള കാര്യം നമുക്കറിയാം. ആൻഡ് നിങ്ങൾക്ക് ഈ PX എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിളിന്റെ ആരാണ്? ഓൾട്ടിറ്റ്യൂഡ് ആണ് അല്ലെങ്കിൽ മീഡിയൻ ആണ്. According to one of the important formula, you know how to calculate the altitude of an equilateral triangle. If the side is A, okay, this is A/2. അങ്ങനെയാണെങ്കിൽ ഇതിനെ √3A/2 നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് എനിക്ക് എഴുതാൻ പറ്റും ഇവിടുത്തെ PX എന്ന് പറയുന്ന ആളിനെ √3/2 ഇൻറ്റു എന്തെന്ന് പറയാം ഞാൻ, എനിക്ക് RX-ഉമായിട്ടുള്ള ബന്ധമാണ് വേണ്ടത്. സോ RX വരുന്ന സൈഡായ QR-നെ ഞാൻ ഇവിടെ എഴുതിയാണ്. ഓക്കെ, ഇനി ഞാൻ നോക്കുമ്പോൾ PX is equal to √3/2. എനിക്ക് RX-ന്റെ വാല്യൂലല്ലേ വേണ്ടത്. സോ ഞാൻ RX-ന്റെ ടേംസിലേക്ക് ഇതിനെ മാറ്റുന്നു. എനിക്ക് പറയാൻ പറ്റും QR എന്ന് പറഞ്ഞാൽ RX-ന്റെ ഡബിൾ ആണ്. സോ 2 into RX എന്നുള്ള രീതിയിൽ എനിക്ക് പറയാം. this 2 and this 2 cancel ടീച്ചർ. എനിക്ക് PX is equal to √3RX എന്നാണ് കിട്ടിയത്. ആൻഡ് എനിക്ക് ഇവിടെ സ്ക്വയർ ടേംസിലാണ് വേണ്ടത്. സോ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനെ സ്ക്വയർ ചെയ്യുന്നു. സ്ക്വയർ ചെയ്യുമ്പോൾ കിട്ടുന്നത് PX² is equal to √3 square is 3 RX² എന്നാണ്. And it is my option 2 there. So moving to one of the questions from the chapter coordinate geometry, in which quadrant the point P, okay, point P that divides a line segment joining the points A 2 - 5 B 5 2, okay, in the ratio 2:3 lies. എന്താണ് ക്വസ്റ്റ്യന്റെ മീനിങ്? A 2 - 5 B 5 2 ഈ രണ്ട് പോയിന്റ്സിനെ തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈൻ സെഗ്മെന്റിനെ 2:3 റേഷ്യോയിൽ കട്ട് ചെയ്യുന്ന പോയിന്റ് ആയ P ഏത് ക്വാഡ്രന്റിലാണുള്ളത്? സോ ആദ്യം നമ്മൾ ക്വാഡ്രന്റ്സിനെ ഫെമിലറൈസ് ചെയ്യുക. ഇതാണ് നമ്മുടെ XY കോർഡിനേറ്റ് സിസ്റ്റം. ഇതില് എനിക്ക് പറയാൻ പറ്റും this is the first quadrant, this is the second quadrant, this is the third quadrant and this is the fourth quadrant. Okay, so നമുക്ക് ഇവിടുത്തെ x and y വാല്യൂസ് എങ്ങനെ വരുന്നു എന്ന് നോക്കിയിട്ട് പോവാം. ഫസ്റ്റ് ക്വാഡ്രന്റിലെ x-ന്റെയും y-യുടെയും വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. x പോസിറ്റീവ് ആൻഡ് y പോസിറ്റീവ്. നിങ്ങൾക്ക് ഇങ്ങോട്ട് നോക്കുമ്പോൾ അറിയാം സെക്കൻഡ് ക്വാഡ്രന്റിൽ ഇവിടേക്ക് വരുമ്പോൾ x-ന്റെ വാല്യൂ നെഗറ്റീവ് ആണ്, y-യുടെ വാല്യൂ സ്റ്റിൽ പോസിറ്റീവ്. സോ x നെഗറ്റീവും y പോസിറ്റീവുമാണ്. തേർഡ് ക്വാഡ്രന്റിൽ വരുമ്പോൾ നിങ്ങൾക്കറിയാം ഇങ്ങോട്ടേക്ക് x വാല്യൂസ് നെഗറ്റീവ്, ഇങ്ങോട്ടേക്ക് y വാല്യൂസ് നെഗറ്റീവുമാണ്. സോ x-ഉം y-യും ബോത്ത് ആർ നെഗറ്റീവ് ഇൻ ദ തേർഡ് ക്വാഡ്രന്റ്. ഫോർത്ത് ക്വാഡ്രന്റിലേക്ക് വരുമ്പോൾ x വാല്യൂ പോസിറ്റീവും y വാല്യൂ നെഗറ്റീവുമാണ്. സോ x പോസിറ്റീവ് y നെഗറ്റീവ്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്? ഈ P എന്ന് പറയുന്ന ആൾ ഏത് ക്വാഡ്രന്റിലാണ്? അതിന് P എന്ന് പറയുന്ന ആളുടെ കോർഡിനേറ്റ്സ് എനിക്ക് അറിയാമെങ്കിൽ മാത്രമല്ലേ എനിക്ക് പറയാൻ പറ്റൂ ഇയാൾ ഏത് ക്വാഡ്രന്റിലാണ് ഉള്ളതെന്ന്. സോ നമ്മൾ ആദ്യം P എന്ന് പറയുന്ന ആളുടെ കോർഡിനേറ്റ്സിനെ കണ്ടുപിടിക്കാനാണ് നോക്കുന്നത്. ഇതിനെ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? രണ്ട് പോയിന്റ്സിനെ തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈൻ സെഗ്മെന്റിനെ കട്ട് ചെയ്യുന്ന m:n റേഷ്യോയിൽ കട്ട് ചെയ്യുന്ന ഒരു പോയിന്റിനെ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. which is the formula there? section formula. okay, section formula. എന്താണ് നമ്മളോട് section formula പറയുന്നത്? if you are provided with the points of if you are provided with the coordinates of 2 points, suppose x1 y1 and x2 y2 are the points. okay, next ഇവരെ തമ്മിൽ ജോയിൻ ചെയ്ത് ഞാൻ ഒരു ലൈൻ സെഗ്മെന്റ് വരയ്ക്കുന്നു. അതിനെ
പി എന്ന് പറയുന്ന മറ്റൊരു പോയിന്റ് കട്ട് ചെയ്യുന്നു ഇൻ ദ റേഷ്യോ m:n. അങ്ങനെയാണെങ്കിൽ പി ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന പോയിന്റിനെ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും യൂസിങ് സെക്ഷൻ ഫോർമുല. ഇന്റേണലി കട്ട് ചെയ്യുന്നതാണ്. വാട്ട് ഇസ് സെക്ഷൻ ഫോർമുല? mx2 plus nx1 divided by m plus n and my2 plus ny1 divided by m plus n there. Okay, so അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നോക്കിക്കേ, വാട്ട് ഇസ്, ഞാൻ പി ഓഫ് എക്സ് വൈ കണ്ടുപിടിക്കാൻ പോവുകയാണ്. is equal to m ന്റെ വാല്യൂ എത്രയാണ്? 2 ആണ്. 2 into x2 is equal to 5 there. Okay, plus nx1, that is 3 into x1 which is equal to 2 there, divided by m plus n which is equal to 5. Next my2, ന്റെ വാല്യൂ 2 ആണ്. y2 എന്ന് പറയുമ്പോഴത്തേക്കും 2 ആണ്. So 2 into 2 plus next is n ന്റെ വാല്യൂ 3 ആണ്. 3 into y1 ന്റെ വാല്യൂ -5 ആണ്, divided by 5 എന്നുള്ള രൂപത്തിലേക്ക് മാറാം, which is equal to 2 into 5 is equal to 10 plus 3 into 2 is equal to 6 divided by 5. Next 2 into 2 is equal to 4 and 3 into -5 is equal to -15 divided by 5. So എനിക്ക് കിട്ടുന്ന പോയിന്റ്സിന്റെ കോർഡിനേറ്റ്സ് ഇങ്ങനെയാണ്, that is 16/5 and അതേപോലെ -11/5. ഇതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള പോയിന്റ്സിന്റെ കോർഡിനേറ്റ്സ്. that is p of xy എന്ന് പറയുന്ന ആളുടെ കോർഡിനേറ്റ്സ് ഇതാണ്. ഇത് ഏത് ക്വാഡ്രന്റിലായിരിക്കും? ചെക്ക് ചെയ്തൊക്കെ. ഇതിന്റെ എക്സ് വാല്യൂ പോസിറ്റീവും വൈ വാല്യൂ നെഗറ്റീവുമാണ്. എക്സ് വാല്യൂ പോസിറ്റീവും വൈ വാല്യൂ നെഗറ്റീവും വരുന്ന ക്വാഡ്രന്റ് ആരാണ്? ഇറ്റ് ഈസ് ദ ഫോർത്ത് ക്വാഡ്രന്റ്. വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, ഓർത്തിരിക്കുക. സോ മൂവിംഗ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ പറയുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഫൈൻഡ് എ റിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ സച്ച് ദാറ്റ് the point p of xy is equidistant from the points a 2 5 and -3 7. okay, നമ്മൾക്ക് ഇവിടെ രണ്ട് പോയിന്റ്സിൽ നിന്നും ഇക്വിഡിസ്റ്റന്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റ് കണ്ടുപിടിക്കാനല്ല ചോദിക്കുന്നത്. ഓക്കെ, ആ ഒരു പോയിന്റ് ലൈ ചെയ്യുന്ന ലൈൻ്റെ ഇക്വേഷൻ ആണ് ആക്ച്വലി ചോദിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മളോട് പറഞ്ഞ ഇവിടത്തെ ഈ പോയിന്റ് തമ്മിലുള്ള റിലേഷൻ, എക്സും വൈയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ദാറ്റ് മീൻസ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അവർ കടന്നു പോകുന്ന ആ ലൈൻ്റെ ഇക്വേഷൻ ആണ്. നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. എന്താണ്? രണ്ട് പോയിന്റ്സിൽ നിന്നും ഇക്വിഡിസ്റ്റന്റ് ആയിട്ടുള്ള എല്ലാ പോയിന്റുകളും ആ രണ്ട് പോയിന്റ്സ് തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈൻ സെഗ്മെന്റിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറിലെ പോയിന്റ്സ് ആണ്. വെരി വെരി ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ്. രണ്ട് പോയിന്റ്സിൽ നിന്നും ഇക്വിഡിസ്റ്റന്റ് ആയിട്ടുള്ള എല്ലാ പോയിന്റ്സും ആ രണ്ട് പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈൻ സെഗ്മെന്റിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറിലെ പോയിന്റ്സ് ആണ്. നിങ്ങൾ മിഡ് പോയിന്റ് തിയറം വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഈ പോയിന്റ് ആയിരിക്കും. ദാറ്റ് ഈസ് അവരുടെ തന്നെ ആ ലൈനിൽ തന്നെ കൊളീനിയർ ആയിട്ടുള്ള ആ ലൈനിന്റെ മിഡ് പോയിന്റ് ആയിരിക്കും കിട്ടുന്നത്. അവര് മാത്രമല്ല ഇക്വിഡിസ്റ്റന്റ് ആയിട്ട് വരുന്നത്, ഈ ലൈനിലുള്ള എല്ലാ പോയിന്റ്സും ഈ രണ്ട് പോയിന്റ്സിൽ നിന്നും ഇക്വിഡിസ്റ്റന്റ് ആയിരിക്കും. ഇറ്റ് ഇസ് എ വെരി ഇമ്പോർട്ടന്റ് റിമാർക്ക് ഗിവൺ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പൊ ഞാനിവിടെ മിഡ് പോയിന്റ് ഫോം ഒന്നുമല്ല യൂസ് ചെയ്യുന്നത്, ബിക്കോസ് എന്നോട് ഇവിടെ എന്താണ് ആ പോയിന്റ് കണ്ടുപിടിക്കും എന്നല്ല പറയുന്നത്, എനിക്കൊരു റിലേഷൻ വേണം. സോ റിലേഷൻ വേണം എന്നുള്ളത് കൊണ്ട് തന്നെ ഐ എം യൂസിങ് ഡിസ്റ്റൻസ് ഫോർമുല there. ബൈ ഡിസ്റ്റൻസ് ഫോർമുല എനിക്ക് ഇങ്ങനെ പറയാം. അതായത് എയിൽ നിന്ന് പിയിലേക്കുള്ള ദൂരം എ പി is equal to, that is ബി യിൽ നിന്ന് പിയിലേക്കുള്ള ദൂരം ബി പി. അപ്പൊ നിങ്ങൾക്കറിയാം ഡിസ്റ്റൻസ് ഫോർമുല എന്ന് പറയുമ്പോൾ നമ്മൾ റൂട്ട് എടുക്കേണ്ടി വരും. ഇപ്പൊ ഈക്വേഷന് രണ്ട് സൈഡിലെ റൂട്ടിനെ ഒഴിവാക്കാൻ എന്തായാലും ഞാൻ രണ്ട് സൈഡും സ്ക്വയർ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, അത് ഇപ്പോഴേ ചെയ്യാണ്. എ പി സ്ക്വയർ is equal to ബി പി സ്ക്വയർ എന്ന് കൊടുക്കുന്നു. നെക്സ്റ്റ് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഇങ്ങനെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. ദാറ്റ് ഈസ് ഇതാണ് x1 y1, ഇത് നമ്മുടെ x2 y2 എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്ത് ആദ്യത്തെ എ പിയുടെ വാല്യൂ ഞാൻ എഴുതാണ്. ദാറ്റ് ഈസ് 2 minus x the whole square, 2 minus x the whole square plus 5 minus y the whole square, 5 minus y the whole square is equal to. ഇനി ഞാൻ ബി പി എ നോക്കുകയാണ്. ബി പി എ നോക്കുമ്പോൾ ഇപ്പൊ എന്റെ x1 y1 ഇതായിട്ട് മാറി. ദിസ് ഇസ് x1, ദിസ് ഇസ് y1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ is equal to -3 minus x the whole square എന്നുള്ള രീതിയിൽ എടുക്കാം. അല്ലാതെ തിരിച്ചെടുത്താൽ മതി. x minus of -3 will become x plus 3 the whole square plus y minus 7 the whole square എന്നുള്ള രീതിയിൽ എടുക്കാം. സോ എനിക്ക് ഇതിനെ ചെയ്യുമ്പോൾ 4 minus 4x plus x square plus 25 minus 10y plus y square is equal to x square plus 6x plus 9 plus y square minus 14y plus 49 എന്നുള്ള രൂപത്തിലേക്കാണ് വരിക. അപ്പൊ ഞാൻ രണ്ട് സൈഡിലുള്ള ആൾക്കാരെ എല്ലാം നോക്കുമ്പോൾ രണ്ട് സൈഡിലും
ഒരു പ്ലസ് എക്സ് സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു പ്ലസ് എക്സ് സ്ക്വയർ ഉണ്ട്, പ്ലസ് വൈ സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു പ്ലസ് വൈ സ്ക്വയർ ഉണ്ട്. ബാക്കിയുള്ളവരെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ദാറ്റ് ഈസ് ഇപ്പൊ ഓക്കെ 4 + 25 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 29. ഇനി ഇവിടെ എനിക്കൊരു -4x ഉണ്ട്, ഇവിടെ ഒരു -10y ഉണ്ട്, അത് അവിടെ നിൽക്കട്ടെ. ഈസ് ഈക്വൽ ടു ഈ സൈഡിലേക്ക് നോക്കുമ്പോൾ എനിക്ക് 49 + 9 എന്നുള്ള രീതി വരും, വിച്ച് ഈസ് ഈക്വൽ ടു 58 പ്ലസ് ഇവിടെ ഒരു 6x ഉണ്ട്, അതേപോലെ ഒരു -14y ഉണ്ട്. സോ എക്സിന്റെയും വൈയുടെയും ആൾക്കാരെല്ലാം ഒരു സൈഡിലേക്ക് കൊണ്ടുവരിക. ബാക്കി ഏതെങ്കിലും ന്യൂമറിക്കൽ വാല്യൂസ് ഉണ്ടെങ്കിൽ അപ്പുറത്തേക്കും കൊണ്ടുപോകാം. അപ്പോൾ ഓക്കെ, സോ എനിക്ക് -4x ഇപ്പുറത്ത് നിന്നും ഒരു -6x ആയിട്ട് ഇവിടേക്ക് വരും. അതുപോലെ തന്നെ -10y ഇവിടെ ഉള്ള ആളാണ്, ഇവിടുത്തെ ആൾ വരുമ്പോൾ ഇത് +14y ആയിട്ട് മാറും, വിച്ച് ഈസ് ഈക്വൽ ടു 58 ഇവിടെ ഉള്ള ആളാണ്, ഇവിടെ നിന്നും ഞാൻ 29 ഇപ്പുറത്തേക്ക് കൊണ്ടുപോകും, -29 ആയിട്ട് മാറും. സോ -4x -6x will become -10x. Okay, -10y + 14y will become +4y is equal to 58 - 29 is equal to 29 എന്നുള്ള രീതി കിട്ടും. സോ ദിസ് ഇസ് ദ റിലേഷൻഷിപ്പ് -10x + 4y is equal to 29. ചിലപ്പോൾ നിങ്ങൾക്ക് തന്നുള്ള ഓപ്ഷനിൽ ഈ എക്സിന്റെ വേർഷൻ നെഗറ്റീവ് ആയിരിക്കില്ല. അപ്പൊ ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് കിട്ടിയ റിലേഷൻഷിപ്പിൽ നെഗറ്റീവ് അല്ലാതാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ദ ഹോൾ ഇക്വേഷൻ, ദാറ്റ് ഇസ് ബോത്ത് സൈഡ് ഓഫ് ദ ഇക്വേഷൻ. അപ്പൊ ഇതെന്തായിട്ട് മാറും? 10x ഈ പ്ലസ് മൈനസ് ആയിട്ട് മാറും. -4y is equal to -29. ഓക്കെ, സോ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ ഇക്വേഷനിൽ എക്സിന്റെ കോഎഫിഷ്യന്റ് മൈനസ് ആണ് ആൻഡ് ഓപ്ഷനിൽ മൈനസ് വരുന്നില്ല, അങ്ങനെ ചിന്തിക്കരുത്. നമുക്ക് ഇക്വേഷൻ ആണ് അവരുടെ കോഎഫിഷ്യൻസ് നെഗറ്റീവും പോസിറ്റീവും ആക്കാൻ വേണ്ടിയിട്ട് -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ട്രാൻസ്ഫോർമേഷൻ കൊടുക്കുക. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഇക്വേഷൻ ഇക്വലന്റ് ആയിട്ട് ഏതാണോ വന്നത് അത് ഓപ്റ്റ് ചെയ്യുക. So moving to the next question, important question ആണ്. Let P and Q be the points of trisection of a line segment. You know what does mean by points of trisection, right? അതായത് രണ്ട് പോയിന്റ്സിനെ തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈൻ സെഗ്മെന്റിനെ ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യുന്ന രണ്ട് പോയിന്റ്സ്. ഓക്കെ, അതായത് ഇങ്ങോട്ടേക്ക് നോക്കിയാൽ ഈ ടോട്ടൽ ഇയാളെ ഇവിടെ മുതൽ ഇവിടം വരെ എത്ര പാർട്ടാണോ കട്ട് ചെയ്യുന്നത് അത്രയും പാർട്ടിന് ഇവിടെ മുതൽ ഇവിടം വരെ കട്ട് ചെയ്യുന്നു, അത്രയും പാർട്ടിന് ഇവിടെ മുതൽ ഇവിടം വരെ കട്ട് ചെയ്യുന്നു. അപ്പൊ ആ ലൈൻ സെഗ്മെന്റ് അകത്ത് ഈ രീതിയിൽ കട്ട് ചെയ്യാൻ പറ്റിയ രണ്ട് പോയിന്റ്സിനെയാണ് നമ്മൾ points of trisection of a line segment എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ പറയുന്നു P and Q are the points of trisection of the line segment joining the points A2 - 2 and B - 7 4 such that P is nearer to A. Okay, that is ആ ഒരു കണ്ടീഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ഫിഗർ വരയ്ക്കാൻ വേണ്ടിയാണ്. A എന്ന് പറയുന്ന ആൾ Pക്ക് അടുത്താണ്. ഓക്കെ, അപ്പൊ A എന്ന് പറഞ്ഞിട്ട് ആളുടെ അടുത്ത് വേണം നമ്മൾ P എടുക്കാനായിട്ട്. ഈ ഫിഗർ നമ്മളിപ്പോൾ വരച്ചതാണ്, നിങ്ങൾക്ക് ഫിഗർ പ്രൊവൈഡ് ചെയ്യണമെന്നില്ല. നെക്സ്റ്റ്, ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് P and Q. This is a question from the 2016 annual exam, board exam. Okay, so it is very important to discuss this question. നോക്കിക്കേ, P and Q ന്റെ കോർഡിനേറ്റ്സ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മൾ P യുടെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുക. എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? നമുക്ക് ഈ ലൈൻ സെഗ്മെന്റ് രണ്ട് എൻഡ് പോയിന്റ്സ് ആണുള്ളത്. ആൻഡ് P എന്ന് പറയുന്ന പോയിന്റ് ഈ ലൈൻ സെഗ്മെന്റിനെ ഇന്റേണലി കട്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ്. P എന്ന് പറയുന്ന പോയിന്റ് ഈ ടോട്ടൽ ലൈൻ സെഗ്മെന്റ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്? ഇവിടെ മുതൽ ഇവിടെ വരെ ഓക്കെ, ഇറ്റ് ഈസ് 1. ബാക്കി ബി വരെ കട്ട് ചെയ്യുന്ന റേഷ്യോ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? 1:2 എന്ന് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ പിയുടെ കോർഡിനേറ്റ്സ് എനിക്ക് കണ്ടുപിടിച്ചൂടെ? ബൈ സെക്ഷൻ ഫോർമുല. സെക്ഷൻ ഫോർമുല വെച്ചിട്ട് ഇപ്പൊ P എന്ന് പറയുന്ന ആളുടെ കോർഡിനേറ്റ്സിനെ ഞാൻ XY എടുത്താണെങ്കിൽ എനിക്ക് പറയാൻ പറ്റും M:2 എന്ന് പറഞ്ഞാൽ 1:2 ആണ്. സോ ഞാൻ ഇതിനെ X1 ഇതിനെ Y1 എന്ന് എടുക്കുന്നു, ഇതിനെ X2 ഇതിനെ Y2 എന്ന് എടുക്കുന്നു, ഇതിനെ M:2 എന്ന് എടുത്താൽ സോ നമുക്ക് സെക്ഷൻ ഫോർമുല എങ്ങനെയാ പറയുന്നത്? നമ്മൾ MX2 plus NX1 divided by M plus N and MY2 plus NY1 divided by M plus N. This is the equation. So ഇത് എഴുതിയിടുക. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ വരും. നമ്മൾ കാണാതെ മനസ്സിൽ ബൈഹാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞ് അത് എഴുതി എവിടെയെങ്കിലും ഇട്ട് ഇതുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ പാടായിരിക്കും. സോ M into X2 1 into X2 എന്ന് പറഞ്ഞാൽ ആരാണ്? -7. ഓക്കെ, പ്ലസ് NX1 n എന്ന് പറഞ്ഞാൽ 2 ആണ്, x1 എന്ന് പറഞ്ഞാൽ ആരാണ്? 2 ആണ്. സോ 2 into 2 divided by 3. Next is MY2 എന്ന് പറഞ്ഞാൽ M1 1 into Y2 that is 4 1 into 4 plus NY1 n എന്ന് പറഞ്ഞാൽ 2 ആണ്, 2 into Y1 ആരാണ്? -2 divided by 3 which is equal to -7 plus 4 divided by 3 and 4 minus 4 divided by 3. So എനിക്ക് കിട്ടുന്ന കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ -7 plus 4 is equal to what? -3 divided by 3. 4 minus 4 is equal to 0 divided by 3.
അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ്സിന്റെ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ -1 0 എന്ന് പറയുന്ന പോയിന്റ് ആണ്. സോ എനിക്ക് പറയാൻ പറ്റും ഇത് -1 0. അപ്പൊ പിയുടെ കോർഡിനേറ്റ്സ് കിട്ടി ആരാണ് -1 0. ഇനി വാട്ട് അബൌട്ട് ദ കോർഡിനേറ്റ്സ് ഓഫ് ക്യൂ എന്ന് പറയുന്ന ആളെ ഇതേ രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. എ മുതൽ ക്യൂ വരെ അത് കട്ട് ചെയ്യുന്ന റേഷ്യോ 2:2. ബാക്കി ക്യൂ മുതൽ ബി വരെ 1 ആണ്. അങ്ങനെയാണെങ്കിൽ 2:1 റേഷ്യോ കട്ട് ചെയ്യുന്ന പോയിന്റ് ആയിട്ട് ക്യൂവിനെ കൺസിഡർ ചെയ്ത് അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് എന്താണെന്നറിയോ, പി എന്ന് പറയുന്ന ആളുടെ കോർഡിനേറ്റ്സിനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞൂടെ പിയിൽ നിന്ന് ക്യൂയിലേക്ക് എത്ര ഭാഗം കട്ട് ചെയ്യുന്നോ അത് തന്നെയാണ് ക്യൂവിൽ നിന്ന് ബിയിലേക്ക് കട്ട് ചെയ്യുന്നതെങ്കിൽ ക്യൂ എന്ന് പറഞ്ഞാൽ മിഡ് പോയിന്റ് ആണ്. പിന്റെയും ബിയുടെയും കോർഡിനേറ്റ്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ക്യൂവിന്റെ കോർഡിനേറ്റ്സ് യു ക്യാൻ കാൽക്കുലേറ്റ് ഈസിലി ബൈ യൂസിങ് ദ മിഡ് പോയിന്റ് ഫോം. അതായത് -1 -7. ഓക്കെ, -1 -7 which is equal to -8/2. അതേപോലെ 0 + 4 that is 4 divided by 2. സോ എനിക്ക് കിട്ടുന്നത് -4 and 2 ഈ പോയിന്റ്സ് ആണ്. ഓക്കെ, അപ്പൊ ക്യൂവിന്റെ കോർഡിനേറ്റ്സ് ആരാണ് -4 2 എന്ന് പറയുന്ന പോയിന്റ്സ് ആണ്. സോ വി ഗോട്ട് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ്സ് P and Q. So moving to the next question. Question ഇതാണ് പറയുന്നത്, if the point P of xy is equidistant from the points A plus B, B minus A, B, A minus B, A plus B, then prove that Bx is equal to AY. So നമ്മൾക്ക് പറയുന്നത് ഈ രണ്ട് പോയിന്റ്സിൽ നിന്നും ഇക്വിഡിസ്റ്റന്റ് ആണ് P of xy എന്ന് പറയുന്ന പോയിന്റ്. So by distance formula I can say that AP is equal to what? BP എന്ന് പറയാം. അപ്പോൾ of course നമ്മൾ എന്ത് ചെയ്യുന്നു, AP² is equal to BP² എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യുന്നു. സോ എഴുതുന്ന രീതി നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. നോക്കിക്കേ എങ്ങനെ എഴുതാം, A plus B minus x the whole square. Okay, A plus B minus x the whole square plus next is B minus A minus y the whole square is equal to എങ്ങനെ പറയാൻ പറ്റും, അടുത്തത് A minus B minus x the whole square plus A plus B minus y the whole square എന്നുള്ള രീതിയിൽ പറയാം. അപ്പോൾ ഇതിനെ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ സൂക്ഷിച്ചു വെച്ചിട്ട് ചെയ്യാൻ. നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുള്ള ആൾക്കാരെ എല്ലാം ഒരു ടേം ആയിട്ട് മാത്രം കൺസിഡർ ചെയ്ത് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരില്ല. ഓക്കെ, -y അങ്ങനെയാണെങ്കിൽ അങ്ങനെ കൺസിഡർ ചെയ്യുന്നു. ദാറ്റ് ഈസ് നോക്കിക്കേ, A plus B minus x the whole square എന്ന് പറഞ്ഞാൽ A², അതായത് എൻ്റെ ഈ ഒരു ടേമിലെ A plus B the whole square ആണ്, -2 into ഓക്കെ 2 into A plus B into x ആണ് പ്ലസ് x² എന്നുള്ള ഫോമിലേക്ക് വരും. രണ്ടാമത്തെ ആളിനെ നോക്കുമ്പോൾ എനിക്ക് വരുന്നത് എങ്ങനെയാണ്, that is A² minus that is B minus A the whole square minus okay 2 into B minus A into y okay plus y² is equal to ഇനി എന്താ പറയാൻ പറ്റും, A minus B the whole square minus 2 into A minus B x. Okay, next is plus x². Next plus അവിടെ എന്താ വരാ, A plus B the whole square minus 2 into A plus B y okay plus y² ഈ ഫോമിലേക്കാണ് വന്ന് നിൽക്കുക. When comparing both of the equations, both side of the equation, എനിക്ക് ഇവിടെ എന്താ നോക്കിക്കേ, ഇവിടെ ഒരു A plus B the whole square ഉണ്ട്, ഈ സൈഡിൽ ഒരു A plus B the whole square ഉണ്ട്, both cancelled each other. And next നോക്കുമ്പോൾ ഇവിടെ ഒരു പ്ലസ് x² ഉണ്ട്, ഇവിടെ ഒരു പ്ലസ് x² ഉണ്ട്, both cancelled each other. പ്ലസ് y² ഉണ്ട്, പ്ലസ് y² ഉണ്ട്, both cancelled each other. ഇനി ഞാൻ ഇവിടെ നോക്കുമ്പോൾ B minus A the whole square ഉണ്ട്, A minus B the whole square ഉണ്ട്. We know that the square of difference of two numbers will be equal. That is A minus B the whole square എന്ന് പറയുന്ന ആളും B minus A the whole square എന്ന് പറയുന്ന ആളും സെയിം ആണ്. സോ എനിക്കിനി ബാക്കിയുള്ള ആൾക്കാരെ ഞാനൊന്ന് എഴുതുകയാണ്. അതായത് -2 into A plus B x. ഓക്കെ, ഇനി അവിടെ ഉള്ളത് -2 into B minus A y is equal to എന്താ വരാ, -2 into A minus B x. ഓക്കെ, -2 into A plus B y. അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്നത് ഈ രണ്ട് സൈഡിലും എനിക്ക് -2 എന്ന് പറയുന്ന ആൾ കോമൺ ആണ്. സോ ഈ -2 എന്ന് പറയുന്ന ആൾക്കാരെ എനിക്ക് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, കോമൺ എടുത്തതിന് ശേഷം അത് ഞാൻ ഇപ്പോൾ ചെയ്യുന്നില്ല. അപ്പൊ എനിക്ക് ഇതിന് ബാക്കി ലെഫ്റ്റ് ചെയ്യുന്ന എങ്ങനെയാണ്, A plus B x plus B minus A into y is equal to A minus B into x okay plus A plus B into y. ഈ രീതിയിലാണ് കേട്ടോ. അവൻ ഓപ്പണിംഗ് എനിക്ക് കിട്ടുന്നത് എങ്ങനെയാണ്, AX plus BX plus okay BY
minus ay is equal to ax minus bx plus ay plus by. ഇങ്ങനെയാണ് കിട്ടുക. സോ ഞാൻ രണ്ട് സൈഡിലേക്ക് നോക്കുമ്പോൾ എനിക്ക് എന്തൊക്കെയുണ്ട് നോക്കിക്കേ. ഇവിടെ ഒരു പ്ലസ് ബി വൈ ഉണ്ട്, ഈ പ്ലസ് ബി വൈയും ഈ പ്ലസ് ബി വൈയും ക്യാൻസൽ ആയി പോയി. ഇവിടെ ഒരു പ്ലസ് എ എക്സ് ഉണ്ട്, ഈ പ്ലസ് എ എക്സും ക്യാൻസൽ ആയി പോയി. ഇനി എനിക്ക് അവിടെ ഉള്ളത് പ്ലസ് ബി എക്സ്. ഓക്കെ, അപ്പൊ ഞാൻ ഈ ബി എക്സ് എല്ലാം ഒന്നിച്ചാക്കുമ്പോൾ ഇത് 2bx എന്നായിട്ട് മാറും. ബി എക്സ് പ്ലസ് ബി എക്സ് 2bx ഇസ് ഈക്വൽ ടു, ഇവിടെ ഒരു എ വൈ ഉണ്ട്, ഈ മൈനസ് എ വൈ ആ സൈഡിലേക്ക് പോകുമ്പോൾ എന്തായിട്ട് മാറും 2ay എന്നായിട്ട് മാറും. When 2 and 2 cancel each other, I will get bx is equal to ay, and this is what is needed in my question. Okay, എന്റെ ക്വസ്റ്റ്യനിൽ എനിക്ക് വേണ്ടിയിരുന്നത് ഇതായിരുന്നു ആൻസർ ആയിട്ട്. So bx is equal to ay and hence the proof. So moving to the next question. ഈ ക്വസ്റ്റ്യൻ ആക്ച്വലി വരുന്നത് നമ്മുടെ റിമൂവ്ഡ് പോർഷൻ ആയ ഏരിയ ഓഫ് ട്രയാങ്കിൾ നിന്നാണ്. ബട്ട് ഇതിന്റെ കുറച്ച് ഭാഗം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. MCQ അല്ലേ, നമുക്ക് ടോട്ടലായിട്ട് ഫുള്ള് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിന്റെ ഒരു പകുതി ഭാഗം നമുക്ക് ആവശ്യമായിട്ട് അതായത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഭാഗത്ത് നിന്നും വരുന്നതാണ്. ആൻഡ് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട, ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ കണ്ടുപിടിക്കാൻ ആവശ്യമായിട്ട് വേണ്ട രീതിയിലുള്ള ആൾക്കാരിലേക്ക് എത്താനായിട്ട് സിലബസിലുള്ള കാര്യങ്ങൾ വേണ്ടി വരുന്നു. സോ അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യന്റെ ഒരു ഹാഫ് പാർട്ട് നമുക്ക് ചെയ്ത് പഠിക്കേണ്ടതാണ്. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ABC വിത്ത് A14, that is ട്രയാങ്കിളിന്റെ ഒരു വെർട്ടെക്സ് ആണ് തന്നിട്ടുള്ളത് A, അതിന്റെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട് 14. എന്നിട്ട് പറയുന്നു ആൻഡ് ദ മിഡ് പോയിന്റ്സ് ഓഫ് ദ സൈഡ്സ് ത്രൂ എയിലൂടെയുള്ള സൈഡ്സിന്റെ മിഡ് പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഒന്ന് 2 - 1 രണ്ടാമത്തത് 0 - 1. ഇങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഏരിയ കണ്ടുപിടിക്കുന്നതിന് മുന്നേ നിങ്ങൾ ചെയ്യേണ്ട ടാസ്ക് എന്ന് പറഞ്ഞാൽ ഈ വെർട്ടിസസിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ വെർട്ടിസസിനെ കണ്ടുപിടിക്കുക, അത്രയും നമ്മുടെ സിലബസിലുണ്ട്. ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ നമുക്ക് വെർട്ടെക്സ് കിട്ടിയതിനു ശേഷം കണ്ടുപിടിക്കാം, അത് സിലബസില്ല. സോ അത്രയും പാർട്ട് വേണ്ട. ഈ വെർട്ടെക്സ് എങ്ങനെ കണ്ടുപിടിക്കാം അതിനെ പറ്റി മാത്രം ആലോചിക്കാം. വെരി സിമ്പിൾ. ഒരു വെർട്ടെക്സിനെ ഞാൻ XY എന്നും ഒരാളെ ഞാൻ PQ എന്നും എടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറഞ്ഞൂടെ ഇത് മിഡ് പോയിന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാം ബൈ മിഡ് പോയിന്റ് ഫോം 1 + x divided by 2 and 4 + y divided by 2 which is equal to 2 - 1. Okay, നെക്സ്റ്റ് ഞാൻ ഇതിനെ നോക്കുമ്പോഴേ എനിക്ക് പറയാൻ പറ്റും, അപ്പുറത്തെ സൈഡ് നോക്കുമ്പോൾ p + 1/2 and 4 + q/2 is equal to what? 0 - 1 എന്ന് പറയാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കുമ്പോൾ 1 + x divided by 2 is equal to 2 there and 4 + y divided by 2 is equal to -1 there. So എനിക്ക് പറയാൻ പറ്റും 1 + x is equal to 4 and x is equal to 4 - 1 which is equal to 3. സോ ഇവിടുത്തെ കോർഡിനേറ്റ് കിട്ടി എത്രയാണ് 3. മിഡ് പോയിന്റ് ഫോം വെച്ചിട്ടാണ് ചെയ്യുന്നത്. x1 + x2/2 y1 + y2/2. നെക്സ്റ്റ് ഇവിടെ നോക്കുമ്പോൾ 4 + y is equal to -2, y is equal to -2 - 4 which is equal to -8. സോ ഈ കോർഡിനേറ്റ് കിട്ടിയാലാണ് -8 ആണ്. 3 - 8. ഇനി എനിക്ക് ആരെ കണ്ടുപിടിക്കണം? p നെയും q നെയും കണ്ടുപിടിക്കണം. സോ നോക്കുമ്പോൾ എനിക്ക് പറയാൻ പറ്റും p + 1 divided by 2 is equal to what? 0 there. അങ്ങനെയാണെങ്കിൽ p + 1 is equal to 0. അങ്ങനെയാണെങ്കിൽ p is equal to -1. സോ ഈ കോർഡിനേറ്റ് കിട്ടിയാലാണ് -1. നെക്സ്റ്റ് നോക്കുമ്പോൾ 4 + q/2 is equal to -1. സോ 4 + q is equal to -2. അങ്ങനെയാണെങ്കിൽ q is equal to -2 - 4 which is equal to -8. സോ ഈ പോയിന്റ് ആരാണ്? -8 ആണ്. സോ അപ്പോൾ നമുക്ക് ആ രണ്ട് പോയിന്റ്സ് കിട്ടി. 3 - 8 p -1 -8. സോ ഇത്രയും ഭാഗം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇതിന് ശേഷം ഇത് വെർട്ടെക്സ് കണ്ടുപിടിച്ചതിന് ശേഷം ഏരിയ ഓഫ് ട്രയാങ്കിൾ കണ്ടുപിടിക്കുക എന്ന് പറയുന്ന ഭാഗം ഇറ്റ് ഈസ് ഫ്രം ദ റിമൂവ്ഡ് പോർഷൻ. So moving to some of the proof questions from the chapter Introduction to Trigonometry. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. tan theta plus cot theta is equal to 5 ആണെങ്കിൽ what is the value of tan square theta plus cot square theta? ഓക്കെ, അപ്പോൾ tan തീറ്റയുടെയും cot തീറ്റയുടെയും ടേമിലുള്ള ഒരു ഇക്വേഷൻ എനിക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് എൻ്റെ ഉത്തരം tan square theta cot square theta ആണ്. സോ എനിക്ക് സ്ക്വയർ ടേംസ് വേണം. സോ അതിന് വേണ്ടിയിട്ട് എനിക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ ഞാൻ സ്ക്വയർ ചെയ്യാം. സ്ക്വയർ ചെയ്യുമ്പോൾ എനിക്ക് രണ്ട് സൈഡ് സോ ഇക്വേഷൻ ഇങ്ങനെയായിട്ട് മാറും. tan square theta plus cot square theta plus what? 2 into tan theta into cot theta എന്നുള്ള രീതിയിലേക്ക് മാറും which is equal to what? 25. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം tan and cot എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽസ് ഓഫ് ഈച്ച് അതർ ആണ്. സോ tan theta and cot theta എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഇക്വേഷൻ ഇങ്ങനെ മാറും. tan square theta plus cot square theta plus 2 is equal to 25. സോ അങ്ങനെയാണെങ്കിൽ tan square theta plus cot square theta is equal to 25 - 2 which is equal to 23.
ഓക്കെ, സോ നമ്മുടെ ക്വസ്റ്റിൽ ചോദിച്ചിട്ടുള്ള tan square theta plus cot square theta is equal to what എന്ന് ചോദിച്ചിരിക്കുന്നു. If tan theta plus cot theta is equal to 5, then it is 23. Next, moving to the next question. Question പറയുന്നത് ഇങ്ങനെയാണ്. If tan alpha is equal to root 3, tan beta is equal to 1 by root 3, if alpha and beta are defined in between the interval 0 and 90 degree. ആൽഫയുടെയും ബീറ്റയുടെ വാല്യൂ 0ക്കും 90ക്കും ഇടയിലാണ്. സോ നമുക്ക് 30, 45, 60 അങ്ങനെയുള്ള വാല്യൂസ് ആണ് നമുക്ക് എടുക്കാൻ പറ്റുക. സോ കോട്ട് ആൽഫ പ്ലസ് ബീറ്റ എന്താണ്? അപ്പൊ ഇപ്പൊ നമുക്ക് ആൽഫയുടെയും ബീറ്റയുടെ ഇൻഡിവിജ്വൽ വാല്യൂസ് അറിയാമെങ്കിൽ കോട്ട് ആൽഫ പ്ലസ് ബീറ്റയുടെ അകത്ത് ആ ഒരു ആംഗിൾ മെഷർമെന്റ് എടുക്കാൻ പറ്റും. സോ ഞാൻ നോക്കുന്നു, ടാൻ ആൽഫ ഈസിക്കൽ റൂട്ട് 3 എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആൽഫ എന്ന് പറഞ്ഞാൽ ആരായിരിക്കണം? 60 ഡിഗ്രി. അതുപോലെ ടാൻ ബീറ്റ ഈസിക്കൽ 1 ബൈ റൂട്ട് 3 എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ബീറ്റയുടെ വാല്യൂ എത്രയായിരിക്കണം? വിച്ച് ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്നോട് ചോദിക്കുന്നത് കോട്ട് ആൽഫ പ്ലസ് ബീറ്റ എന്നാണ്. അപ്പൊ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് പറയാൻ പറ്റും കോട്ട് 90 ആണ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. വിച്ച് ഈസ് ഈക്വൽ ടു വാട്ട്? 0. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ഇസ് സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 0. ആൻഡ് നമ്മളോട് ചോദിക്കുന്ന സൈൻ റേസ് ടു 4 തീറ്റ പ്ലസ് കോസ് റേസ് ടു 4. സോ ഇത് ചെയ്തൊരു കുട്ടിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ചിന്തിക്കും ഇതിനെ റേസ് ടു 4 ചെയ്യണം. ഓക്കെ, അങ്ങനൊന്നും ചെയ്യണ്ട. നമ്മൾ എങ്ങനെ ചെയ്താൽ മതി? സൈൻ തീറ്റ നമുക്ക് തന്നിട്ടുള്ള ആളെ നോക്കുക. സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 0 എന്നാണ്. സോ ഞാൻ ഈ മൈനസ് കോസ് തീറ്റ ആ സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് എന്തായിട്ട് മാറും? പ്ലസ് കോസ് തീറ്റ. എന്നിട്ട് ഞാൻ ഈ കോസ് തീറ്റ ഒന്നുകൂടെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുവാണ്. മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ അത് വെച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഇയാൾ ഇവിടെ വരുമ്പോഴത്തേക്കും സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ which is equal to 1, which implies theta is equal to what? 45 degree. ഓക്കെ, അങ്ങനെയാണെങ്കിൽ തീറ്റയുടെ വാല്യൂ കിട്ടി. അങ്ങനെയാണെങ്കിൽ എനിക്ക് സൈൻ റേസ് ടു 4 തീറ്റയ്ക്ക് പകരം 45 ഡിഗ്രി പ്ലസ് കോസ് റേസ് ടു 4 തീറ്റയ്ക്ക് പകരം 45 ഡിഗ്രി എന്ന് കൊടുക്കാൻ പറ്റും. We know that sin 45 is equal to 1 by root 2 and cos 45 is also 1 by root 2. അതിന്റെ റേസ് ടു 4th പവർ നമ്മൾ എടുക്കണം. 1 raised to 4 which is equal to 1 divided by 2 raised to 4 എന്ന് പറഞ്ഞാൽ root 2 into root 2 2, പിന്നെ root 2 into root 2 2, മൊത്തത്തിൽ എത്ര കിട്ടും? 4 കിട്ടും. ഇവിടെ അതേപോലെ 1 by 4 കിട്ടും. നമുക്ക് 2 by 4 എന്ന് കിട്ടും which is equal to 1 by 2.